സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ പുന്നൂസ് തൊടുപുഴയാണ്. ബൈബിളിലെ കുടുംബങ്ങൾ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് 5-ാമത്തെ വീഡിയോ. ഇന്ന് യാക്കോബിന്റെ കുടുംബത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്നത്തെ മീറ്റിംഗിലേക്ക് പാസ്റ്റർ പുന്നൂസ് തൊടുപുഴയെ ഗോസ്പൽ TV UP എന്ന ഈ ചാനലിന് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ദൈവവചന പഠനം നമുക്ക് ലഭിക്കും. അതിനായി നമുക്ക് ആയിരിക്കാം. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ പതിവ് പോലെ നമുക്ക് ഒരുമിച്ച് കൂടാൻ കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവർ, നമ്മൾ ബൈബിളിലെ കുടുംബങ്ങൾ എന്ന വിഷയമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സാജി പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഇന്ന് യാക്കോബിന്റെ കുടുംബത്തെ കുറിച്ചാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കാനിടയായി തീരുന്നത്. ഇന്ന് നമ്മൾ ഒരുമിച്ച് യാക്കോബിന്റെ കുടുംബത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഓരോ കുടുംബങ്ങളെ കുറിച്ച് പഠിക്കുന്നത്? നമ്മൾ അങ്ങനെ ഓരോ കുടുംബങ്ങളെ കുറിച്ച് പഠിക്കുന്നത് ആരായിരുന്നു, അവരെന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനല്ല. പകരം അവരുടെ കുടുംബജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില പരാജയങ്ങൾ നമ്മൾ മുൻകണ്ട് അതിൽ നിന്ന് നമ്മൾ ഒഴിവാകുന്നതിനും അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതിനും അവരുടെ ജീവിതത്തിൽ അവരെ വിജയത്തിലേക്ക് നയിച്ച പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നമ്മുടേതാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ബൈബിളിലെ കുടുംബങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാനിടയായി തീർന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ യാക്കോബിന്റെ കുടുംബത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ, അല്ലെങ്കിൽ യാക്കോബിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വിസ്താരമായി പറയുന്ന അധ്യായങ്ങൾ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം മുതൽ അതിന്റെ 35-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളിലാണ് നമുക്ക് ഈ യാക്കോബിന്റെ കുടുംബത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനിടയായി തീരുന്നത്. യാക്കോബിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിക്കാനിടയായി തീർന്നല്ലോ. ഈ യാക്കോബിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രീതിയായിരുന്നു, ഒരു വ്യക്തിത്വമായിരുന്നു യാക്കോബ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായി തീരുന്നത്. യാക്കോബിന് ഒരേ സമയം ചിലപ്പോ നന്മ തന്റെ ജീവിതത്തിൽ ഒത്തിരിയധികം കാണാം, അപ്പൊ തന്നെ തൊട്ടടുത്ത സമയത്ത് തന്റെ ജീവിതത്തിൽ തിന്മയും കാണുന്നുണ്ട്. അങ്ങനെ നന്മയും തിന്മയും നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു ഈ യാക്കോബ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായി തീരുന്നത്. പ്രാർത്ഥനയും ദൈവ സംസർഗവും അതുല്യമായ വിധത്തിൽ ഈ വ്യക്തിയിൽ ഉണ്ടായിരുന്നു. നന്നായി പ്രാർത്ഥിക്കുന്നയാളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ഇദ്ദേഹത്തിന്റെ പിതാവായ ഇസ്ഹാക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ ഇസ്ഹാക്ക് പ്രാർത്ഥിക്കുന്നയാളായിരുന്നു. യാക്കോബും പ്രാർത്ഥിക്കുന്നയാളായിരുന്നു. ദൈവവുമായി നല്ല ബന്ധമുള്ള, ദൈവവുമായി നല്ല സംസർഗമുള്ള, ദൈവവുമായി നേരിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു യാക്കോബ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായി തീരുന്നത്. അതേസമയം വഞ്ചനയും ചതിയും കൗശലതയും ഈ യാക്കോബിൽ ഉണ്ടായിരുന്നു. യാക്കോബ് പിതാവിനെ വഞ്ചിച്ചു, ചേട്ടനെ വഞ്ചിച്ചു, അമ്മാവനെ വഞ്ചിച്ചു. അങ്ങനെ ഇവരെയൊക്കെ വഞ്ചിക്കുന്ന ഒരു പരിപാടി, വഞ്ചനയും കൗശലങ്ങളും ബുദ്ധി ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ തന്റെ ഭാവി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവൻ വളരെ കൗശലക്കാരനായിരുന്നു യാക്കോബ്. തന്റെ ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി, തന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി കൗശലങ്ങൾ ഉപയോഗിക്കാൻ ഈ യാക്കോബ് മിടുക്കനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായി തീരുന്നത്. സ്വന്തം സഹോദരന്റെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നവനായിരുന്നു യാക്കോബ്. യാക്കോബിന്റെ ജീവിതത്തിൽ ഞങ്ങൾക്കറിയാം, യാക്കോബിന്റെ മൂത്ത സഹോദരനായ ഏശാവിനെ ആണ് യാക്കോബ് ആദ്യമായി വഞ്ചിക്കുന്നത്. യാക്കോബ് അദ്ദേഹത്തെ വഞ്ചിക്കുമ്പോൾ അദ്ദേഹം കാട്ടിൽ പോയി വേട്ടയൊക്കെ കഴിഞ്ഞ് മടുത്തു വരുന്ന സമയത്ത് നല്ല ചുമന്ന പായസം ഉണ്ടാക്കി ഈ യാക്കോബ് ഏശാവിന് കൊടുത്തിട്ട് ഒരു പായസത്തിന് വേണ്ടി തന്റെ ജ്യേഷ്ഠാവകാശം ഈ യാക്കോബ് വാങ്ങിച്ചെടുത്തു, ചതിച്ച് അല്ലെങ്കിൽ വഞ്ചിച്ച് വാങ്ങിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടതായി തീരുന്നത്. അങ്ങനെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണത ഈ യാക്കോബിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രായമായതും കാഴ്ച മങ്ങിയതുമായ പിതാവിനെ വഞ്ചിച്ചിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കി. ആ സഹോദരനെ ആദ്യം വഞ്ചിച്ച് സഹോദരനെ വഞ്ചിച്ച് തന്റെ ജീവിതത്തിൽ ജ്യേഷ്ഠാവകാശം മേടിച്ചു. അതിനുശേഷം പ്രായമായ, കണ്ണുമങ്ങിയ, കാഴ്ചയ്ക്ക് കുറവുള്ള ആ പിതാവിനെ വഞ്ചിക്കേണ്ടതായി തീർന്നു. പിതാവിന്റെ അടുത്ത് എന്ന് ഞാൻ മൂത്തവനാണ്, ഏശാവാണെന്ന് പറഞ്ഞ് ആ പ്രച്ഛന്ന വേഷം ധരിച്ച് യാക്കോബ് അവിടെ പോയി ആ അപ്പനിൽ നിന്ന്
അനുഗ്രഹം വാങ്ങിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായി തീരും. ഹാരാനിലേക്കുള്ള യാത്രയിൽ ദൈവത്തിന്റെ പ്രത്യേകമായ കരുതലും പരിപാലനങ്ങളും അനുഗ്രഹങ്ങളും യാക്കോബ് പ്രാപിച്ചു. അപ്പൊ ഇവിടെ വീട്ടിൽ നിന്ന് ചേട്ടനെയും അപ്പനെയും ഒക്കെ പറ്റിച്ചിട്ട് ഈ ചേട്ടനെ പേടിച്ച് താൻ ഹാരാനിലേക്ക് യാത്രയാകുന്നു. അങ്ങനെ ഹാരാനിലേക്ക് യാത്രയാകുന്ന വഴിക്ക് വെച്ച് ദൈവവുമായിട്ട് ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു. ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ടായി. ആ ദൈവം ഇറങ്ങി വന്ന് യാക്കോബിനോട് സംസാരിക്കുന്നതും കർത്താവിന്റെ പരിപാലനങ്ങളും ഒക്കെ ഇവന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതും നമുക്ക് കാണാനിടയായി തീരുന്നതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ എന്നാണ് മനസ്സിലാക്കാനിടയായി തീരുന്നത്. ഇദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന് വളരെ വലിയ പുത്രസമ്പത്തുണ്ടായിരുന്നു. വലിയ പുത്രസമ്പത്ത് ഈ യാക്കോബിനുണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. യഹൂദ ജനം അല്ലെങ്കിൽ യഹൂദന്മാരുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ യഹൂദന്മാർ അറിയപ്പെടുന്ന പൊതുവെ ഇസ്രയേൽ എന്ന വാക്ക് ഉണ്ടായത്, ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ പേരുണ്ടായത് യാക്കോബിൽ നിന്നാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇസ്രയേലിന്റെ മുഴുവൻ പിതാവ്, ഇസ്രയേൽ എന്ന പേര് പോലും ഉണ്ടായിട്ടുള്ളത് ഈ ഇദ്ദേഹത്തിൽ നിന്നാണ്, യാക്കോബിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനിടയായി തീരും. യാക്കോബിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ, ഒന്നാമതായിട്ടുള്ളത് ഔന്നത്യമേറിയ ആത്മീയ അനുഭവങ്ങൾ ലഭിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ലഭിച്ച ശ്രേഷ്ഠ വ്യക്തിയാണ് യാക്കോബ്. ഒത്തിരി ആത്മീയ അനുഭവങ്ങൾ തനിക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബഥേലിൽ 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ 10 മുതൽ ഉള്ള വേദഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അവിടെ വെച്ച് ആണ് യാക്കോബിന് ആദ്യത്തെ കർത്താവിന്റെ എൻകൗണ്ടർ ഉണ്ടാകുന്നത്. ഒരു നല്ല എൻകൗണ്ടർ യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പൊ അദ്ദേഹം വീട്ടിൽ നിന്ന് അപ്പനെ പറ്റിച്ച്, ചേട്ടനെ പറ്റിച്ച്, അവിടുന്ന് ചേട്ടനെ ഭയപ്പെട്ട് ഓടിപ്പോകുന്ന വഴിക്ക് വെച്ച് യാക്കോബ് ഒരു രാത്രിയിൽ ആ വനത്തിൽ കടന്നുറങ്ങുമ്പോ തനിക്ക് ഭയമുണ്ട്. അങ്ങനെ ഭയപ്പെട്ട് അവൻ കിടന്നുറങ്ങുന്ന സമയത്താണ് ഒരു എൻകൗണ്ടർ, കർത്താവുമായിട്ട് ഒരു നല്ല ഒരു കൂട്ടിമുട്ടൽ ഉണ്ടാകാനിടയായി തീർന്നത്. പ്രിയമുള്ളവർ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിന്റെ പദ്ധതിയിലുള്ള ഒരു വ്യക്തി അവൻ എതിലേ പോയാലും, അവൻ എവിടാണെങ്കിലും കർത്താവ് അവനെ പിന്തുടരുന്നുണ്ട്. കർത്താവ് അവനെ പിന്തുടർന്ന് അവനെ സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനിടയായി. ഒരിടത്തും നമ്മൾ നശിച്ചു പോകാനിടയായി തീരുകയില്ല. യേശു കർത്താവ് എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട്, യേശു കർത്താവിന്റെ പദ്ധതിയിലുള്ള ആളായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നശിച്ചു പോകുകയില്ല, നിങ്ങൾക്ക് നശിച്ചു പോകാൻ സാധ്യമാകുകയില്ല. ഞാൻ നിങ്ങളോട് പറയാം, ചിലപ്പോ നമ്മൾ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പോ ചില നാളുകൾക്ക് മുമ്പോ ആയിരിക്കും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്, സുവിശേഷം കേട്ടത്. അതിനു മുമ്പ് നമ്മൾ വളരെ മോശമായിട്ട് ജീവിച്ച ആൾക്കാരായിരിക്കും. നാട്ടുകാരെ എല്ലാം പറ്റിച്ചും നാട്ടുകാരോടെല്ലാം പ്രശ്നം ഉണ്ടാക്കിയും നാടിനും വീടിനും കൊള്ളാത്തവരുമായൊക്കെ ജീവിച്ചവരായിരിക്കും നമ്മൾ. പക്ഷെ ഞാൻ നിങ്ങൾ പറയട്ടെ, നിങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടിയത് ചില നാളുകൾക്ക് മുമ്പോ, ചില മാസങ്ങൾക്ക് മുമ്പോ, ചില വർഷങ്ങൾക്ക് മുമ്പോ ആണെങ്കിൽ ഞാൻ നിങ്ങൾ പറയാം, നിങ്ങളെ കർത്താവ് കണ്ടുമുട്ടിയത് അന്നല്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങളെ കർത്താവ് കണ്ടത് നിത്യതയിൽ നിന്ന് കർത്താവ് നമ്മളെ കണ്ടു. നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയാണ്, ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ കർത്താവെ അങ്ങ് എന്നെ കണ്ടല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ ഭൂമിക്ക് അടിസ്ഥാനപ്പെടുന്നതിന് മുമ്പ് കർത്താവ് എന്നെ കുറിച്ച് എഴുതി വെച്ചു, നിങ്ങളെ കുറിച്ച് എഴുതി വെച്ചു എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലോ കഴിഞ്ഞ നാളുകളിലോ അല്ല കർത്താവിനെ കണ്ടുമുട്ടിയത്. കർത്താവ് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഓരോ വഴികളിലും, നിങ്ങൾ കടന്നു വന്ന ഓരോ വഴികളിലും, നിങ്ങൾ ചിലപ്പോൾ കഷ്ടതയിലൂടെ ആയിരിക്കും പോയത്, ചിലപ്പോൾ നിങ്ങൾ വേദനയിലൂടെ ആയിരിക്കും പോയത്, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല കാലത്തിലൂടെ ആയിരിക്കും പോയത്. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ അനുധാവനം ചെയ്യുന്ന, നിങ്ങളെ പിന്തുടരുന്ന, നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് എന്നുള്ളത് ഇന്ന് രാവിലെ നമുക്ക് സന്തോഷപ്രദമായ പ്രിയമുള്ളവരെ. അതുകൊണ്ടാ നമ്മൾ ഇന്നും ഈ ഭൂമി നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മുടെ മിടുക്ക് കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ സമ്പത്തിന്റെ ബലം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പ്രത്യേകമായ നന്മകൾ കൊണ്ടൊന്നും അല്ല പ്രിയമുള്ളവരെ. കർത്താവ് നമ്മളെ നേരത്തെ കണ്ടതുകൊണ്ട്, കർത്താവ് നമ്മളെ സംരക്ഷിച്ച് കർത്താവ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഒന്നോർത്ത് നോക്കിക്കേ, എത്ര അപകടങ്ങൾ, എത്ര ആപത്തുകൾ, എത്ര പ്രതിസന്ധികൾ, എത്ര പ്രാവശ്യം നമ്മൾ ജീവിക്കണ്ട എന്ന് ആഗ്രഹിച്ചു. പക്ഷെ ഇന്നും നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിന് കാരണം നിങ്ങളുടെ മിടുക്കല്ല, കർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ട്. യാക്കോബിനെ പോലെ കർത്താവ് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പോകുന്ന വഴിയിലും
കർത്താവിന്റെ സംരക്ഷണം. നിങ്ങൾ യേശുവിനെ അറിയാതിരിക്കുമ്പോഴും, റോമാലേഖനം 5 അദ്ദേഹത്തെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ സ്നേഹിച്ചു. പ്രിയമുള്ളവർ, ഞാനും നിങ്ങളും കർത്താവിനെ അറിഞ്ഞപ്പോഴല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. നമ്മുടെ പാവം വിട്ടു മാറിയപ്പോഴല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. നമ്മുടെ പാവം ഉപേക്ഷിച്ചപ്പോഴല്ല, നിന്റെ മദ്യപാനം നിർത്തിയപ്പോഴല്ല, നിന്റെ പ്രതിസന്ധികൾ മാറിയപ്പോഴല്ല കർത്താവ് നിന്നെ സ്നേഹിച്ചത്. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ച ഒരു നല്ല യേശു കർത്താവുണ്ട്. നമുക്ക് പലപ്പോഴും തോന്നുന്നത് നമ്മൾ നല്ലവനായതുകൊണ്ട്, നമ്മൾ മദ്യപാനം നിർത്തിയത് കൊണ്ട്, നമ്മൾ പാവം ഉപേക്ഷിച്ചത് കൊണ്ട്, നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചത് കൊണ്ട്, നമ്മൾ സ്നാനപ്പെട്ടത് കൊണ്ട് കർത്താവ് നമ്മളെ സ്നേഹിച്ചെന്ന അല്ല. കർത്താവ് നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. നമ്മളെ കുറിച്ച് കർത്താവിന് വലിയ പ്ലാനുകളും പദ്ധതികളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളെ കർത്താവ് ഇതുവരെ കൊണ്ടുവന്നത്. നമ്മൾ അറിയുന്നില്ല, നമ്മൾ അറിയാതെയാണ്. കർത്താവിന്റെ സംരക്ഷണം നമ്മൾ ചിലപ്പോൾ കാണുന്നില്ലായിരിക്കും, നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും. നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടില്ലെങ്കിലും, നീ അത് അനുഭവിച്ചറിഞ്ഞില്ലെങ്കിലും, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ സ്നേഹിക്കുന്ന യേശു, നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് നിങ്ങളുടെ കൂടെ എല്ലാ കാലത്തും. നീ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുമ്പോഴും, നീ നാട്ടുകാരെ ഉപദ്രവിച്ച് ജീവിക്കുമ്പോഴും, നീ നാടിന് വീടിന് തലവേദനയായിട്ട് ജീവിക്കുമ്പോഴും കർത്താവ് നിന്നെ സംരക്ഷിക്കുന്നുണ്ട്. എന്നെ കാര്യം അറിയാമോ? നിന്നെ കുറിച്ച് കർത്താവിന് വലിയൊരു പ്ലാൻ ഉണ്ട്. നമ്മളെ കുറിച്ച് നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ വീട്ടുകാർക്കും ഇന്ന് വരെയുള്ള കാര്യം അറിയത്തുള്ളൂ, ഇതുവരെയുള്ള കാര്യം നമ്മളെ കുറിച്ച് അറിയത്തുള്ളൂ. അത് വെച്ചാണ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നമ്മളെ വിലയിരുത്തുന്നത്. എന്നാൽ യേശു നമ്മളെ വിലയിരുത്തുന്നത്, സ്വർഗം നമ്മളെ വിലയിരുത്തുന്നത് ഇതുവരെയുള്ള കാര്യങ്ങളെ കണ്ടിട്ടല്ല, ഇന്ന് വരെ നീ അങ്ങനെ ജീവിച്ചു എന്ന് നോക്കിയിട്ടല്ല, ഇന്ന് നീ അങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല പ്രിയമുള്ളവരെ. പകരം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് നാളെ നിന്നെ ആരാക്കാം എന്നോർത്തിട്ടാണ്. നാളെ നിന്നെ എങ്ങനെ ആക്കി തീർക്കാം, നിന്നെ നാളെ ആരാക്കാൻ കർത്താവിന് കഴിയും എന്ന് കണ്ടിട്ടാണ്. നാളെ നീ ആരാളാകാൻ പോകുന്നതെന്ന് കർത്താവിന് അറിയാം. കർത്താവാണ് നിന്നെ ആക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത് കണ്ടിട്ടാണ് കർത്താവ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യാക്കോബിനെ കർത്താവ് സംരക്ഷിക്കുക. കാട്ടിൽ കൂടെ പോകുമ്പോ, അവൻ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുമ്പോ, അവന് വേറെ ആരുമില്ല. അവനിപ്പോ അവന്റെ കൂടെ അവനെ സഹായിക്കാൻ അവന്റെ അമ്മയില്ല. കഴിഞ്ഞ നാളുകളിൽ അവന്റെ അമ്മ അവനെ സഹായിക്കാനുണ്ടായിരുന്നു. അമ്മ അവനെ ചേർത്ത് പിടിക്കുമായിരുന്നു. അപ്പൻ ഉപേക്ഷിച്ചാലും ചേട്ടൻ ഉപേക്ഷിച്ചാലും അവരെല്ലാം എതിരായി നിന്നാലും അവന്റെ കൂടെ നിൽക്കാൻ, അവന് തണലായി നിൽക്കാൻ, അവന് മറയായി നിൽക്കാൻ അവന്റെ അമ്മ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവർ, ഇപ്പൊ അവൻ ആരുമില്ല. അവൻ ഏകനായി ഒറ്റയ്ക്ക് അവൻ കഴിയുന്നത് ഒരു വനാന്തരത്തിൽ കഴിയുക. വനത്തിനകത്ത് അവൻ കഴിയുക. കിടന്നുറങ്ങാൻ കട്ടിലില്ല. ഒരു കല്ലെടുത്ത് തലയണ വെച്ച് അവൻ കിടന്നുറങ്ങുമ്പോ, അവൻ ഉറങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അവൻ ഉറങ്ങാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. കാര്യം അവന്റെ യാത്രയിലാണ്. അവൻ വീട്ടിൽ നിന്ന് പേടിച്ചാണ് വരുന്നത്. പുറകെ വരുന്നുണ്ടോ എന്ന് അവൻ അറിയത്തില്ല. മുന്നോട്ട് എങ്ങനെ പോകുന്നതെന്ന് അവൻ അറിയത്തില്ല. രാത്രി കാട്ടിലാണുള്ളത്. കാട്ടിൽ എന്നാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. അവൻ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല പ്രിയമുള്ളവരെ. പക്ഷെ അവൻ അങ്ങനെ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോ കർത്താവ് ഇറങ്ങി വന്ന്, സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വന്ന് അവനെ സംരക്ഷിക്കുന്ന ഒരു വലിയ കാഴ്ച, ഒരു വലിയൊരു എൻകൗണ്ടർ കർത്താവ് യാക്കോബിന് കൊടുത്തു. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കും ഒരു എൻകൗണ്ടറിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം. കർത്താവെ, എനിക്ക് കർത്താവിനെ ഒന്ന് കാണണം, യേശുവിനെ എനിക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞാൽ കർത്താവ് നിങ്ങൾക്ക് ഒരു വ്യക്തിപരമായി കർത്താവ് നിങ്ങൾ കർത്താവായി കണ്ടുമുട്ടുന്ന ഒരു നല്ല അവസരം കർത്താവ് നമുക്ക് വേണ്ടി തരും പ്രിയമുള്ളവരെ. നമുക്കറിയാം, അപ്പസ്തോല വീരനായ നമ്മുടെ പൗലോസ് അപ്പസ്തോലനെ കർത്താവ് കണ്ടുമുട്ടുന്നത് താൻ സഭയെ ഉപദ്രവിക്കുന്ന സമയത്ത് കർത്താവുമായി ഒരു നല്ല എൻകൗണ്ടർ ഉണ്ടായി. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേണ്ടി കർത്താവിന് ഒരു സ്പെഷ്യൽ എൻകൗണ്ടർ തരാൻ കർത്താവിന് കഴിയും. കർത്താവ് ഒരു എൻകൗണ്ടർ നിങ്ങൾക്ക് തന്നാൽ, യേശുവുമായി നിങ്ങളൊന്ന് കൂട്ടിമുട്ടിയാൽ നിങ്ങളുടെ സ്വഭാവം മാറും, നിങ്ങളുടെ രീതി മാറും, നിങ്ങളൊരു പുതിയ വ്യക്തിയായി മാറുവാനിടയായി തീരും. അപ്പോ ഈ ബഥേലിൽ വെച്ച് ദൈവം അവന് കാഴ്ചപ്പാട് കൊടുത്തു. കണ്ടത് ഇങ്ങനെയാണ്: ദൂതൻ സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി അവിടെ ഇരിക്കുന്നതും, ആ കോവേണിയിലേക്കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അവൻ കണ്ടു. പ്രിയമുള്ളവരെ, നമ്മള് സ്വർഗത്തിലേക്കുള്ള കോവേണി കണ്ടു കഴിഞ്ഞപ്പോ അവൻ ആദ്യം കാണുന്നത് ഇറങ്ങുന്നതല്ല, ആദ്യം കാണുന്നത് കയറുന്നതാ കണ്ടത്. കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടു. എന്നെ കാര്യം അറിയാമോ? ഇവന്റെ കൂടെ പോരുമ്പോ, ഇവൻ ആ കാട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോ, അവൻ ഇവിടെ വന്ന് കിടക്കുമ്പോ, അന്നേരെല്ലാം ദൂതന്മാർ കൂടെയുണ്ട്. അന്നേരെല്ലാം ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. ദൂതന്മാർ ഇവനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല പോകുന്നത്, അവൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത്. അവൻ ഒറ്റയ്ക്കാന്ന് തോന്നിയാലും അവന്റെ കൂടെ ദൂതന്മാരുണ്ടായിരുന്നു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റിയല്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റിയല്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒക്കെയല്ല. എന്റെ കാര്യം അറിയാമോ? മുഴുവൻ സ്വർഗവും നിന്റെ കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, നീ ഒറ്റയ്ക്കല്ല പോകുന്നത്. നിന്റെ ജീവിത പ്രതിസന്ധിയിൽ നീ കഷ്ടപ്പാടിലൂടെ പോകുമ്പോ, നീ വേദനയിലൂടെ പോകുമ്പോ, നീ നിരാശയിലൂടെ പോകുമ്പോ, നീ പ്രതിസന്ധിയിലൂടെ പോകുമ്പോ, നീ ഒറ്റയ്ക്കല്ല പോകുന്നത്. നിന്നെ സംരക്ഷിക്കുന്ന, നിന്നെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് പ്രിയമുള്ളവരെ.
പ്രിയമുള്ളവരെ, നമുക്ക് ഒറ്റയ്ക്കാകാൻ പറ്റത്തില്ല. കാര്യം കർത്താവ് നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു കർത്താവ് കാൽവരി കുരിശിൽ അവസാന തുള്ളി രക്തം വരെ തന്ന് നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയാം, യാക്കോബിനുള്ള സംരക്ഷണത്തെക്കാൾ അധികമാണ് ഇന്ന് എന്നെ കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. നമുക്ക് ലഭിക്കുന്ന സംരക്ഷണം യാക്കോബിന് ലഭിച്ച സംരക്ഷണത്തെക്കാൾ വലുതാണ്. അപ്പൊ ബഥേലിൽ അവിടെ വെച്ച് ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. ദൈവത്തിന്റെ ഭവനം എന്ന അർത്ഥമുള്ള ബഥേൽ എന്ന് ആ സ്ഥലത്തിന് യാക്കോബ് പേരിടേണ്ടതായി തീർന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ദൈവത്തിന്റെ അടുത്ത ഒരു എൻകൗണ്ടർ യാക്കോബിന് ഉണ്ടാകുന്നത് 32-ാം അധ്യായത്തിലാണ്. 32-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു തരുവായിരുന്നെങ്കിൽ സന്തോഷം. യാക്കോബ് അവരെ കണ്ടപ്പോൾ അത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് മഹനീം എന്ന് പേരിട്ടു. അവിടെ വീണ്ടും ഈ ദൈവത്തിന് ദൂതന്മാരെ യാക്കോബ് കാണുന്നു. ആ സ്ഥലത്തിന് മഹനീയം എന്ന് പേരിടേണ്ടയായി തീർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടയായി തീർന്നത്. ലാബാന്റെ ഭവനത്തിൽ നിന്ന് പുത്ര കളത്രാദികളും ഒക്കെ ആയിട്ട് വരുമ്പോൾ ലാബാനും സൈന്യവും അവനെ തടയുമ്പോൾ, അങ്ങനെ തടയുന്ന സമയത്താണ് മഹനീമിൽ വെച്ച് ഈ ദൈവത്തിന്റെ സൈന്യം ആ യാക്കോബിനെ പിടിക്കാൻ വേണ്ടി ലാബാൻ വരുന്നുണ്ട്. ലാബാൻ പുറകെ പുറപ്പെട്ടിട്ടുണ്ട്. ആ പുറപ്പെട്ടു വരുന്ന ഈ ലാബാന്റെ കയ്യിൽ നിന്ന് ഈ യാക്കോബിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സൈന്യം, ഒരു ദൂത സൈന്യം യാക്കോബിന്റെ കൂടെ നിൽക്കുന്നത് യാക്കോബ് കണ്ടു. യാക്കോബ് പറയാ, ഇത് ദൈവത്തിന്റെ സേനയല്ലാതെ മറ്റൊന്നല്ല. പ്രിയമുള്ളവരെ, നിനക്ക് വേണ്ടി എല്ലാ സമയത്തും സ്വർഗത്തിന്റെ ദൂതന്മാർ, കർത്താവ് ദൂതന്മാരെ ഇറക്കി നിന്നെ സംരക്ഷിക്കേണ്ടതായി തീരും. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് നിങ്ങളെ സംരക്ഷിക്കാൻ, കർത്താവ് നിങ്ങളുടെ കൂടെ എല്ലാ കാലത്തും ഉണ്ട്. യേശു കർത്താവ് ആ ന്യായവിസ്താരത്തിന് മുമ്പിൽ നിൽക്കുമ്പോ കർത്താവ് പീലാത്തോസിനോട് പറഞ്ഞു, പീലാത്തോസേ, കർത്താവ് പറയാ, ന്യായവിസ്താരത്തിന് മുമ്പിൽ എനിക്ക് പറയാ, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് 2 ലഗ്യോനിലധികം ദൂതന്മാരെ വിടാൻ കർത്താവിന് അറിയാം. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ഒരു ദൂത സൈന്യം തന്നെ, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ദൂത സൈന്യം തന്നെ ഇറങ്ങി വിടുന്നുണ്ട്. എന്നെ കാര്യം അറിയാവോ? എന്തിനാണ് യാക്കോബിന് ഒരു സൈന്യം യൂതന്മാരെ ഇറക്കി വിട്ടേക്കെന്ന് അറിയാവോ? ദൈവത്തിന് വിലപ്പെട്ടവനാണ്, ദൈവത്തിന് വേണ്ടപ്പെട്ടവനാണ്, ദൈവത്തിന് തന്റെ ജനത്തിന്റെ പിതാവാക്കി വെക്കേണ്ട ആളാണ് യാക്കോബ്. അതുകൊണ്ട് യാക്കോബിന് വേണ്ടി ഒരു ദൂത സൈന്യത്തെ, ഒരു സൈന്യത്തെ മുഴുവൻ കർത്താവ് കാവൽ കൊടുത്തേക്കുക. ഞാൻ നിങ്ങൾ പറയാം, നിങ്ങളെ കുറിച്ച് കർത്താവിന്റെ പദ്ധതി വലുതായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട മുഴുവൻ പ്രൊട്ടക്ഷനും മുഴുവൻ സംരക്ഷണവും കർത്താവ് തരും. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ ശ്രമിച്ചാലും, എത്ര വലിയ സൈന്യം നിങ്ങൾക്ക് നേരെ വന്നാലും, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് അതിനെ ജയിക്കാൻ കഴിയും. എങ്ങനെ? നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ശക്തി കൊണ്ടല്ല, പകരം ദൈവത്തിന്റെ ദൂത സൈന്യം, ദൈവത്തിന്റെ ദൂതന്മാരുടെ ഒരു സൈന്യം തന്നെ, ഒരു മാലാഖമാരുടെ സൈന്യം തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സംരക്ഷിക്കാൻ, നിങ്ങളെ കാക്കാൻ കർത്താവിന് റെഡിയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 31-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം വായിക്കാം. 31-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. ഇവിടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവം കൊടുക്കുന്ന സംരക്ഷണം, ദൈവം യാക്കോബിന് കൊടുക്കുന്ന പരിപാലനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. 31-ന്റെ-29. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്, എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ലാബാൻ പറയുക, ലാബാന്റെ വീട്ടിൽ നിന്ന് ചാടിപ്പോന്നു, യാക്കോബ് ചാടിപ്പോന്നു. പോന്ന വഴിക്ക് വെച്ച് ലാഭം പറയാ, ഞാൻ തീർത്ത് കളയും, യാക്കോബിനെ വെച്ചേക്കുന്നില്ല, ഇനി തീർത്ത് കളയാം എന്ന് കരുതി ഈ യാക്കോബിന്റെ പുറകെ, യാക്കോബിനെ പിടിക്കാൻ, യാക്കോബിനെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി ലാബാൻ തിരിച്ചു പുറകെ വരുമ്പോ വരുന്ന വഴിക്ക് വെച്ച് ദൈവം ലാബാന് പ്രത്യക്ഷനായി. പ്രിയമുള്ളവരെ, ഒന്ന് ഓർത്തു നോക്കിക്കേ, യാക്കോബിനല്ല ഇവിടെ പ്രത്യക്ഷനാകുന്നത്. ഇവിടെ യാക്കോബിനല്ല പ്രത്യക്ഷനാകുന്നത്. ആരാണോ യാക്കോബിനെ ഉപദ്രവിക്കാൻ വരുന്നത്, ആരാണോ യാക്കോബിനെ തടയാൻ വരുന്നത്, ആരാണോ യാക്കോബിന് എതിരായി നിൽക്കുന്നത്, അവനോട് ദൈവം
നേരിട്ടിടപെടുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നിനക്കെതിരെ ആരെങ്കിലും എഴുന്നേറ്റാൽ, നിനക്കെതിരെ ആരെങ്കിലും നിന്നാൽ, നിന്നെ നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ആളാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ നിന്നെ തകർക്കാൻ വരുന്ന ശത്രുവിനോട് കർത്താവ് നേരിട്ട് ഇടപെടും. അവനോട് കർത്താവ് സംസാരിക്കും. ഇവിടെ ലാബാനോട് പറയാ, ലാബാൻ പറയുന്ന സാക്ഷിയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ലാബാനോട് പറയാ, നീ എന്റെ മകനായ യാക്കോബിനോട് ഒരു ദോഷം ചെയ്യാൻ പറ്റിയല്ല, നീ അവനെ തൊടാനൊക്കിയല്ല. എന്ന കാര്യം അറിയാമോ? ഞാൻ അവന്റെ കൂടെയുണ്ട്, ഞാൻ അവനെ സഹായിക്കുന്നവനാണ്. ലാബാനോട് ലാബാൻ പറയാ, ദൈവം അങ്ങനെ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളെ വെറുതെ വിട്ടൊരു കാര്യം എന്തെന്നറിയാവോ? പലപ്പോഴും പല പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടതിന്റെ കാര്യം എന്തെന്നറിയാവോ? നമ്മളെ തകർത്ത് കളയുന്ന പലരും പറഞ്ഞിട്ടും അവർ നിങ്ങളെ ഒന്നും ചെയ്യാത്തതിന്റെ കാര്യം എന്തെന്നറിയാവോ? നമ്മളെ കണ്ട് പേടിച്ചതൊന്നുമല്ല, അവരോട് ദൈവത്തിന്റെ ഇടപാടുണ്ടായി. ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ട്, ദൈവം അവരെ തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ ആ കർത്താവ് ഇന്നും നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവ് ഇന്നും നമ്മളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ആ യാക്കോബിന് വേണ്ടി ദൈവം യാക്കോബിനോട് സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, തന്റെ ശത്രുവായ, തന്നെ പിടിക്കാൻ വരുന്ന, തന്നെ നശിപ്പിക്കാൻ വരുന്ന, തന്റെ നന്മയെ തടയാൻ വരുന്ന ആ ശത്രുവിനോട് കർത്താവ് പറയാ, തൊട്ടുപോകരുത്, തൊട്ടുപോകരുത്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ നന്മയെ തടയുന്ന, നിങ്ങളുടെ മുന്നോട്ടുള്ള ഗതിയെ തടയുന്ന, നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ തടയുന്ന ദുഷ്ട പിശാചിനോട് യേശു പറയും, നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് വ്യക്തിയോടും യേശു കർത്താവ് ഇടപെടും, സ്വർഗം ഇടപെടും. തൊട്ടുപോകരുത്, അവൻ എന്റെ മകനാ, അവൻ എന്റെ മോനാ, അവൻ എന്റെ സ്വന്തം എന്ന് കർത്താവ് പറയാൻ കർത്താവ് മടിക്കുന്നില്ല എന്ന് ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഭയപ്പെടണ്ട, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കാതിരിക്കുമ്പോഴും, നിങ്ങൾ കർത്താവിന് വിട്ടുപോകുമ്പോഴും, നിങ്ങൾ കർത്താവിന്റെ ഇഷ്ടത്തിന് വിരോധമായി ജീവിച്ചാലും യേശു നിങ്ങളെ പിന്തുടരുന്നു. എന്തിനറിയാവോ? കർത്താവിന് അറിയാം നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റും, നിങ്ങളെ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റും, കർത്താവിന് നിങ്ങളെ നന്നാക്കാൻ പറ്റും, കർത്താവിന് നിങ്ങളെ ഉപയോഗിക്കാൻ ഒക്കുമെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അങ്ങനെ ദൈവം ലാബാനെ അവിടെ വെച്ച് തടയാനിടയായി തീർന്നു. ലാബാനെ തടഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ്ടും നമുക്ക് 32-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കാവൂ. 32-ാം അധ്യായം 10-ാം വാക്യം. അടിയനോട് കാണിച്ചിരിക്കുന്ന സകലതയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. യാക്കോബ് പറയാ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നൊരു വടിയാ, ഒന്നുമില്ലായിരുന്നു. ശൂന്യമായ കൈയുമായിട്ട്, ഒന്നുമില്ലാതെ ഞാനൊരു വടിയുമായിട്ട് ഇങ്ങോട്ട് വന്നതാ. ഇപ്പൊ ഞാൻ തിരിച്ചു പോകുന്നത് വെറുതെ അല്ല പോകുന്നത്, ഞാൻ ശൂന്യമായ കരമായിട്ടല്ല പോകുന്നത്, ഞാനൊരു ധനവാനായിട്ടാണ് പോകുന്നത്. ഞാൻ 2 സൈന്യമായി തീർന്നിരിക്കുന്നു. 2 സൈന്യം എന്ന് പറഞ്ഞാൽ അവന് 13 മക്കൾ, 12 ആൺമക്കളും ഒരു പെൺകുട്ടിയും, 13 മക്കളുണ്ട്, ദാസിദാസന്മാരുണ്ട്. മാത്രമല്ല ഒരു നല്ല നല്ല ആടുകളുടെ ഒരു കൂട്ടമുണ്ട്, ഒരു നല്ല ആട്ടിൻകൂട്ടമുണ്ട്. ആട്ടിൻകൂട്ടമാണ് ആ കാലത്തെ അവരുടെ സമ്പത്ത്. അപ്പൊ അവന് എല്ലാ വിധത്തിലും സമ്പന്നനായിരിക്കുന്നു. ആളുകളെ കൊണ്ട് അവൻ സമ്പന്നനായിരിക്കുന്നു, സ്വത്ത് കൊണ്ട് അവൻ സമ്പന്നനായിരിക്കുന്നു, എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറയാൻ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ കൈ തന്നതൊന്നും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമുക്ക് തോന്നിയാലും കർത്താവ് അത് തന്നത്. യാക്കോബ് പറയാ, ഞാൻ വെറുതെ വന്നതാ, ഞാൻ ഒരു വടിയായിട്ട് വന്നതാ. ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. കർത്താവ് എത്രമാത്രം അനുഗ്രഹിച്ചിരിക്കുന്നു, കർത്താവ് എത്രമാത്രം നിങ്ങളെ ഉയർത്തിയത്, കർത്താവ് എത്രമാത്രം നിങ്ങൾ നടത്തിയത്. നിങ്ങളുടെ കഴിവുകൊണ്ടാണോ? നിങ്ങളെപ്പോലെ ജോലി ചെയ്യുന്ന, നിങ്ങളെപ്പോലെ അധ്വാനിക്കുന്ന, നിങ്ങളെപ്പോലെ ആരോഗ്യമുള്ള എത്ര പേര് അധ്വാനിച്ചിട്ട് നിങ്ങൾക്കുള്ള പലതും അവർക്ക് ഇന്നില്ല. അവർക്ക് അതിൽ നിന്നില്ലാത്തതിന്റെ കാര്യം എന്നാ? നിങ്ങൾക്കുള്ളതിന്റെ കാര്യം എന്നാ? യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, കർത്താവ് നിങ്ങളെ കരുതുന്നു, കർത്താവ് നിങ്ങൾ നശിച്ചു പോകാതെ കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്ന. പ്രിയമുള്ളവരെ, യാക്കോബിനറിയാം കർത്താവ് എന്നെ ഇത്ര ആക്കിയത്. പലപ്പോഴും നമുക്കത് തിരിച്ചറിയത്തില്ല. നമ്മളൊക്കെ പറയുന്ന എന്റെ മിടുക്കൊണ്ടാ, എന്റെ കഷ്ടപ്പാട് കൊണ്ടാ, എന്റെ അധ്വാനം കൊണ്ടാ, അല്ലെങ്കിൽ എന്റെ എന്തോ കാര്യങ്ങൾ കൊണ്ടാ എന്നൊക്കെ നമ്മൾ പറയല്ലേ. അല്ല, നിന്റെ അധ്വാനത്തിന്റെ പുറകിൽ നിന്നെ കാക്കുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു, നിന്നെ വളർത്തുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഈ യാക്കോബിന്റെ വീട്ടിൽ ലാബാന്റെ വീട്ടിൽ യാക്കോബ് നിന്ന് അവൻ ആടുമാടുകൾക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത്, ആടുമാടുകൾക്ക് വേണ്ടി അവൻ അവിടെ സേവ ചെയ്യുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തിൽ അവന് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അവനോട് ഈ ലാബാൻ പറഞ്ഞു, എല്ലാവരെയും പറ്റിക്കുന്ന ഈ യാക്കോബിനെ ലാബാനെന്ന് പറ്റിക്കാൻ തീരുമാനിച്ചു. ലാബാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ,
വരയും പുള്ളിയൊക്കെ ഉള്ള ആട് നിന്റേതായിക്കോട്ടെ, അല്ലാത്ത ആടെല്ലാം എന്റേതായിരിക്കും എന്ന് പറയേണ്ടതായി തീർന്നു. അന്ന് ദൈവം അവനെ സഹായിച്ചു, ദൈവം അവന് ബുദ്ധി കൊടുത്തു. ദൈവം കൊടുത്ത ബുദ്ധി അവന് ഉപയോഗിച്ചപ്പോ എന്നാ സംഭവിച്ചെന്നറിയാവോ? പിന്നീടുണ്ടായ ആടുകളെല്ലാം, പിന്നീടുണ്ടായ ആട്ടുകുഞ്ഞുങ്ങളെല്ലാം വരയും പുള്ളിയുള്ളതായിരുന്നു. അങ്ങനെ അതെല്ലാം വർദ്ധിച്ച് ലാബാന്റേതിനേക്കാൾ വലിയൊരു സമ്പത്ത്, ലാബാന്റേതിനേക്കാൾ വലിയ ഒരു ഒരു സമ്പത്തിന്റെ ഉടമയായി യാക്കോബിനെ കർത്താവ് മാറ്റി. ഞാൻ നിങ്ങൾ പറയാം, നിങ്ങളുടെ കൂടെ കർത്താവുണ്ട്, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. സദൃശവാക്യത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അതിനോട് കഷ്ടത്തെ കർത്താവ് കൂട്ടിച്ചേർക്കുന്നില്ല. നിന്റെ കഷ്ടപ്പാട് കൊണ്ടല്ല, നിന്റെ കഷ്ടപ്പാടില്ലാതെ നിന്നെ അനുഗ്രഹിക്കാൻ, നിന്നെ വർദ്ധിപ്പിക്കാൻ കർത്താവിന് അറിയാൻ പ്രിയമുള്ളവരെ. കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കും, അതിന് വേണ്ട കഴിവ് കർത്താവ് തരും, അതിന് വേണ്ട ബുദ്ധി കർത്താവ് തരും. മാത്രമല്ല, നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. 112 സംഗതി വായിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തെ ബഹുമാനിക്കുന്നവർ, ദൈവത്തിന്റെ കൂടെ നടക്കുന്നവരെ കുറിച്ച് പറയാ, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾ ഒത്തിരി പദ്ധതികൾ ഇട്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഒത്തിരി പദ്ധതി ഇട്ട് പരാജയപ്പെട്ടവരോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, നീ കർത്താവിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, നീ ദൈവത്തിൽ ആശ്രയിക്കാൻ തീരുമാനിച്ചാൽ കർത്താവ് നിന്റെ പദ്ധതികളെല്ലാം വിജയകരമാക്കും. നീ ചെയ്യുന്നതെല്ലാം സാധിക്കും. കർത്താവ് പറയാ, ഒന്നും ശൂന്യമായി പോവുകയില്ല, നിന്റെ ഒരു കാര്യവും നഷ്ടമായി പോവുകയില്ല. നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കി തീർത്ത് നിന്നെ അനുഗ്രഹിച്ച് നിന്നെ ഒരു വലിയ ജാതിയാക്കാൻ, നിന്നെ ഒരു അനുഗ്രഹമാക്കാൻ കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെ കർത്താവിന്റെ പദ്ധതി അങ്ങനെയാണ്. കർത്താവ് അങ്ങനെ തന്നെയാണ് നടത്തുന്നത്. നമ്മളെ കുറിച്ച് കർത്താവിന് വലിയ പദ്ധതി ഉള്ളത് കൊണ്ട് ആ പദ്ധതിയിലേക്കാണ് കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ തകർന്നു പോകാൻ കർത്താവ് സമ്മതിക്കുകയില്ല, നിങ്ങൾ നശിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കുകയില്ല, നിങ്ങളുടെ കൃഷി നശിക്കുകയില്ല, നിങ്ങളുടെ ആടുമാടുകൾ നശിക്കുകയില്ല, നിങ്ങളുടെ സമ്പത്ത് നശിക്കുകയില്ല, നിങ്ങളുടെ ബിസിനസ് നശിക്കുകയില്ല, നിങ്ങളുടെ കുടുംബം നശിക്കുകയില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുകയില്ല. എന്ന കാര്യം അറിയാമോ? നീ ഒരു പദ്ധതിയുടെ കീഴില, നീ കർത്താവിന്റെ പദ്ധതിയുടെ കീഴില, നീ കർത്താവിന്റെ പദ്ധതിയിലാണ് നടക്കുന്നതെങ്കിൽ, നീ കർത്താവിന്റെ ഇഷ്ടത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, നിന്നെ സംരക്ഷിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. അപ്പൊ കർത്താവ് ഈ ലാബാനോട് ദൈവം സംസാരിക്കുന്നു, ലാബാനെ ദൈവം തടയുന്നു. അങ്ങനെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ വായിച്ചു, ദൈവത്തിന്റെ വലിയൊരു സൈന്യം ഇവന്റെ കൂടെ നിൽക്കുന്നു. ഇപ്പൊ ഇവൻ പറയാ, ഞാൻ വന്നത് ഒരു വടി മാത്രമായിട്ടാ, എന്നാൽ ഇപ്പൊ ഞാൻ വടിയുണ്ടല്ല നിൽക്കുന്നത്, ഒരു വടി മാത്രമല്ല ഉള്ളത്, എനിക്ക് എണ്ണിക്കൂടാത്ത സമ്പത്തുണ്ട്, എനിക്ക് എണ്ണിക്കൂടാത്ത സമ്പത്ത് എനിക്ക് കർത്താവ് തന്നു. എന്നെ കർത്താവ് ഇതുവരെ കൊണ്ടുവന്നു, എന്നെ കർത്താവ് ഇതുവരെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതിനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? നമ്മൾ കർത്താവിന് നന്ദി പറയാറുണ്ടോ? ചിലപ്പോഴൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാകുമ്പോ, ചില നന്മകൾ ഉണ്ടാകുമ്പോ നമ്മൾ തന്നെ അഹങ്കരിക്കാറില്ലേ? ഓ, എനിക്കിതൊക്കെ പറ്റിയല്ലോ, എനിക്ക് ഇങ്ങനെയൊക്കെ സാധിച്ചല്ലോ, എന്നെ കൊണ്ട് ഇതൊക്കെ നടന്നല്ലോ എന്ന് നമ്മൾ അഹങ്കരിക്കാറില്ലേ? ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചതാ, കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നതാ, കർത്താവ് നിങ്ങളെ ഉയർത്തിയതാ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും കർത്താവ് അറിയാതെയല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ, നമ്മളെക്കാൾ മിടുക്കന്മാർ എത്ര പേർ തകർന്നു പോയി. ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ കൊച്ചിലെ, ഞാൻ ജീവിച്ച സ്ഥലത്ത് എന്റെ കൊച്ചിലെ എന്റെ കൂടെ ഉണ്ടായിരുന്ന പല കൂട്ടുകാരും അവരെന്നെക്കാളൊക്കെ നല്ല സമ്പന്നരായിരുന്നു, ഒത്തിരി സമ്പത്തുള്ളവരുണ്ടായിരുന്നു, ഒത്തിരി സാമ്പത്തികമായൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നവർ, നല്ല വിദ്യാഭ്യാസമുള്ളവര് ഒക്കെ എനിക്ക് കൂട്ടുകാരുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, എന്റെ കൂടെ പഠിച്ചവർ പലരും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ നിങ്ങൾ പറയട്ടെ, പലരും ഇന്ന് തകർന്നു പോയി, സാമ്പത്തികമായി, ആരോഗ്യപരമായി, അങ്ങനെ പല വിധത്തിലും പല ആൾക്കാരും തകർന്നു പോയി. പക്ഷേ ഞാൻ നിങ്ങൾ പറയാം, എന്നെ കർത്താവ് ഇന്ന് നിർത്തിയിരിക്കുന്നത് കർത്താവിന്റെ കൃപയാ. എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത് കർത്താവിന്റെ കൃപയാ. ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിരിക്കുന്നത് കർത്താവിന്റെ കൃപ മാത്രമാ. ഞാൻ നിങ്ങൾ പറയാം, യാക്കോബ് പറഞ്ഞ പോലെ ഞാനും പറയാം, എനിക്കും പറയാൻ പറ്റും, ഒരു വടിയോടെ മാത്രം പറയപ്പെട്ടതാ, ഒന്നുമില്ലാതെ ഇറങ്ങി തിരിച്ചതാ. പക്ഷെ ഇന്ന് കർത്താവ് എനിക്ക് അത്ഭുതകരമായി കർത്താവ് നടത്തുന്നു, നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നു. ഞാൻ നിങ്ങൾ പറയട്ടെ, അത് കർത്താവിന്റെ കരുണയാ, നമ്മളോടുള്ള കർത്താവിന്റെ സ്നേഹത്തിന്റെ ആ അടയാളമാ. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ആ കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാൻ ഇനി കർത്താവ് നമ്മളെ ഒക്കെ സഹായിക്കട്ടെ. അത് അനുഭവിക്കുമ്പോ യാക്കോബ് പറഞ്ഞ പോലെ പറയണം, കർത്താവേ, ഞാൻ വടിയായിട്ടാ വന്നത്, എനിക്കൊന്നും ഇല്ലാതെ വന്നതാ, ഞാൻ വെറുതെ ഇറങ്ങി പുറപ്പെട്ടതാ, ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ അവിടുന്ന് ഇറങ്ങിത്തിരിക്കുമ്പോ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഇറങ്ങിത്തിരിച്ചത്. ഞാൻ യേശുവെ അങ്ങേ കണ്ടുമുട്ടുമ്പോ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ എന്നെ കർത്താവ് നടത്തിയല്ലോ. ഞാൻ നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ പുറകോട്ടൊന്ന് നോക്കിക്കേ, കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കിക്കേ. നിങ്ങൾ യേശുവിനെ കണ്ടതിന് ശേഷം നിങ്ങൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആരോഗ്യത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടില്ലേ? സമ്പത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടില്ലേ? മാന്യതയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടില്ലേ? ഏതിലാണ് നിങ്ങൾ തകർന്നു പോയിട്ടുള്ളത്?
പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ തകർത്ത് കളയാൻ കർത്താവിന് പ്ലാനില്ല. നിങ്ങളെക്കുറിച്ച് കർത്താവിന്റെ പദ്ധതികൾ ഉയർന്നതും ഉന്നതവുമാണ്. നീ വിചാരിക്കുന്നതിനേക്കാൾ, നീ ചിന്തിക്കുന്നതിനേക്കാൾ ധാരാളമായി, അധികമായി നിനക്ക് വേണ്ടി നല്ലത് കരുതുന്ന, നല്ലത് ചെയ്യുന്ന ഒരു നല്ല യേശു കർത്താവ് നമുക്കുണ്ട്. ആ യേശുവിന്റെ കൂടെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ, ആ യേശുവിനോട് നന്ദിയുള്ളവരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, നിന്റെ മുന്നോട്ടുള്ള ജീവിതവും നിന്റെ ഗ്രാഫ് മേലോട്ട് തന്നെ ആയിരിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ സദൃശ്യവാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വാക്യം വായിക്കുന്നുണ്ട്, നീതിമാന്റെ യാത്ര മേലോട്ടാകുന്നു. പ്രിയമുള്ളവരെ, സാധാരണ നമ്മൾ മലയാളത്തിൽ പറയും ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് എന്ന് പറയും. പ്രിയമുള്ളവർ, അങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്ന പോലെ അങ്ങനെ കയറി ഇറങ്ങി അങ്ങനെ പോകുന്ന ഒരു പരിപാടിയല്ല ദൈവജൻ നമുക്ക് പറയുന്നത്. കർത്താവ് ഇങ്ങനെ പറയുന്നത്, നീതിമാന്റെ യാത്ര മേലോട്ടാകുന്നു. ആ കർത്താവ് ആവർത്തന പുസ്തകത്തിൽ അനുഗ്രഹം പറയുന്നത് ഇങ്ങനെയാണ്, നീ വാലല്ല, നീ തലയാകും. നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഒരു കാര്യത്തിലും നീ പരാജയപ്പെടുകയല്ല. എന്ന കാര്യം അറിയാമോ? നിന്റെ കഴിവുകൊണ്ടോ, നിന്റെ ബുദ്ധി കൊണ്ടോ, നിന്റെ മിടുക്കൊണ്ടോ ഒന്നും അല്ല പ്രിയമുള്ളവരെ നമ്മളെ കർത്താവ് നടത്തുക. കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുക. കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ടാ കർത്താവ് നമുക്ക് ജയം തരുന്നത്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങൾ പറയട്ടെ, ഗോലിയാത്തും ദാവീദും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോ ഈ ദാവീദിന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരായുധമില്ല. ആകെയുള്ളത് ഒരു കവണയും 5 കല്ലും മാത്രമേ ഉള്ളൂ. ആ 5 കല്ലും കവണയുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ ആ ശത്രു ഗോലിയാത്ത് പരിഹസിക്കുവോ. അപ്പോ ഈ ദൈവത്തിന്റെ നാമത്തിൽ ആശ്രയിച്ച് ഈ ദാവീദ് ഒരു കല്ലെടുത്ത് കവണയിൽ ചുറ്റി ഏറെറിഞ്ഞു. ആ ഏറിന്റെ ശക്തി കൊണ്ടല്ല വീണത്. ആ ഗോലിയാത്ത് വീണത്. പ്രിയമുള്ളവരെ, ആ കല്ല് പോയിട്ട് കുറെ കൂടെ വലിയ കവണയ്ക്കകത്ത് വെക്കുന്ന കല്ല്, ഒത്തിരി വലിയ കല്ലൊന്നും വെക്കാൻ പറ്റുകയില്ല. ഒരു ചെറിയ മീഡിയം കല്ലേ വെക്കത്തുള്ളൂ. ആ കല്ലിൽ നിന്ന് കൊള്ളുമ്പോ ഇവൻ വീണത് എങ്ങനെയാണെന്നറിയാമോ? അവൻ കല്ല് എറിഞ്ഞത് മുൻപിൽ നിന്ന് എറിഞ്ഞത്, അവൻ വീഴുന്നത് മുന്നോട്ടാ വീഴുന്നത്, തമിഴ്നാ വീണത്. എന്റെ കാര്യം അറിയാമോ? ആ ഏറിന്റെ ശക്തിയല്ല, ഏറ് മുമ്പിലാകെ കിട്ടിയത്, പുറകോട്ടായിരുന്നു വീഴേണ്ടത്. ആ കല്ലിന്റെ കൂടെ കല്ലങ്ങോട്ട് ചെല്ലുമ്പോ തന്നെ കർത്താവിന്റെ ഒരു അടി അവന് കിട്ടുന്നുണ്ട്. പുറകിൽ ഒരു അടി കിട്ടിയിട്ട് അവൻ വീണത്, അതുകൊണ്ട് അവൻ മുന്നോട്ട് വീണത്. പ്രിയമുള്ളവരെ, നീ ചെയ്തതൊക്കെ നാട്ടുകാർ നിനക്ക് മഹത്വം തരട്ടെ, നാട്ടുകാർ നിന്നെ മാനിക്കട്ടെ, അതിന് കർത്താവിന് ഒരു കുഴപ്പമില്ല. കർത്താവ് ചെയ്യുന്നത് കർത്താവാണ് ചെയ്തത് കാണിക്കുമല്ല, നിന്നാൽ അത് ചെയ്തെന്ന് നാട്ടുകാർ കാണാനാ കർത്താവിന് ഇഷ്ടം. നീ അത് ചെയ്തെന്ന് പറയാനാ കർത്താവിന് ഇഷ്ടം. പ്രിയമുള്ളവരെ, നിന്നെ കർത്താവ് ഉയർത്താനും മാനിക്കാനും അനുഗ്രഹിക്കാനും ആഗ്രഹിക്കുന്നതിനറിയാവോ? നീ കർത്താവിന്റെ സ്വത്താ, നീ കർത്താവിന്റെ മകനാ, നീ കർത്താവിന്റെ മകളാ. നിന്നെ ഉപേക്ഷിക്കുക, നിന്റെ മാന്യത കർത്താവിന്റെ മാന്യതയാ. അതുകൊണ്ട് കർത്താവ് പറയാ, ഞാൻ നിന്നെ സംരക്ഷിക്കും. ഇവിടെ യാക്കോബ് പറയാ, ഞാൻ വടിയോടെ മാത്രമാണ് വന്നത്. പക്ഷെ ഇപ്പൊ എന്റെ അവസ്ഥ അങ്ങനെയല്ല. ഞാൻ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്നാണ് മനസ്സിലാക്കേണ്ടതായി തീരുന്നത്. ഇനി 32-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൂതനുമായിട്ടൊരു മൽപ്പിടുത്തം. അവിടെ ആ നദി കടത്തി ആൾക്കാരെ എല്ലാം വിട്ടിട്ട് യാക്കോബ് ഒറ്റയ്ക്ക് ഇക്കരെ ഇരിക്കുമ്പോ ദൈവത്തിന്റെ ദൂതൻ വന്നു. ദൈവത്തിന്റെ ദൂതനുമായിട്ട് യാക്കോബ് രാത്രി മുഴുവൻ മല്ല് പിടിച്ച് യാക്കോബ് പറയാ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടിയല്ല, നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുകയല്ല. എന്നാ കാര്യം അറിയാമോ? യാക്കോബിന് ഒരു കാര്യം അറിയാം. യാക്കോബിന്റെ കൂടെ ഇപ്പൊ കുറെ ആൾക്കാരുണ്ട്. പുത്രസമ്പത്ത് 12 നല്ല തടിമാടന്മാരായ, ആരോഗ്യവാന്മാരായ, കഴിവുള്ള 12 ആൺമക്കൾ. നമുക്കറിയാം, നമുക്കൊരു 1-2 മക്കളൊക്കെ ആമ്പിള്ളേരൊക്കെ ഉണ്ടായാല് അപ്പന് വലിയ സന്തോഷം, വലിയ ധൈര്യ. എന്റെ കാര്യം അറിയാമോ? എനിക്ക് 2 ആമ്പിള്ളേരുണ്ട്, എനിക്ക് 3 ആമ്പിള്ളേരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്റെ കൂടെ എന്റെ സഹായത്തിന് ഒരാളുണ്ട്. ബൈബിളിൽ അങ്ങനെ പറയുന്നത്, ആ യൗവനത്തിലെ മക്കളെ കൊണ്ട് ആവനാഴി നിറച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ പട്ടണവാതിക്കൽ വെച്ച് സംസാരിക്കുമ്പോ അവൻ തല ഉയർന്നിരിക്കും. എന്നാ കാര്യം അറിയാമോ? പേടിക്കില്ല, ആരെയും പേടിക്കേണ്ട കാര്യം. എനിക്ക് എന്റെ പുറകിൽ ചോദിക്കാനും പറയാൻ കൂട്ടുകാരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വിട്ടേച്ചു പോകും, നാട്ടുകാരൊക്കെ ചിലപ്പോൾ വിട്ടേച്ചു പോകും. മക്കൾ കൂടെ നിൽക്കും എന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് ഈ മക്കൾ ഉണ്ടാകുമ്പോ അപ്പന്മാർക്കൊരു ഒരു അഹങ്കാരം, ഒരു സന്തോഷമാണ്. എന്റെ കാര്യം അറിയോ? എനിക്കൊരു ബലമുണ്ട്, എനിക്കൊരു ധൈര്യമുണ്ട് എന്നാ പറയുന്നത്. പ്രിയമുള്ളവരെ, യാക്കോബിന് 12 ആമക്കളുണ്ട്. തന്റെ കൂടെ ദാസിദാസന്മാരുണ്ട്, ബലമൊക്കെ ഉണ്ട്. പക്ഷെ കർത്താവിനോട് പറയാം, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ പോവുകയല്ല. ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ കർത്താവേ, നിന്നെ ഞാൻ വിടണമെങ്കിൽ എന്നെ നീ അനുഗ്രഹിക്കണം. എന്റെ കാര്യം അറിയാമോ? എന്റെ മുമ്പിൽ ഒരു ശത്രു നിപ്പുണ്ട്, എന്നെ ഇനിയും തകർക്കാൻ. ലാബാന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു, കുഴപ്പമില്ല, അവിടെ ഞാൻ പുറപ്പെട്ടു പോന്നു. പക്ഷെ ഇപ്പോ ഇനി എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്റെ ചേട്ടനുണ്ട്. ഏശാവ് എന്നെ പിടിക്കാൻ നിപ്പുണ്ട്. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു ഏശാവിന്റെ മുമ്പിൽ നിപ്പുണ്ട്. അവന്റെ കയ്യിൽ നിന്ന്
ഞാൻ രക്ഷപ്പെടണമെങ്കിൽ കർത്താവെ നിന്റെ അനുഗ്രഹം എനിക്ക് വേണം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിന്നെ തകർക്കാൻ ഇരിക്കുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്നോ, നിന്നെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്നോ നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ടെന്ന് ഇന്ന് രാവിലെ ഒന്ന് വിശ്വസിക്കാവോ, തിരിച്ചറിയാവോ? യാക്കോബ് പറയാം, നീ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ നിങ്ങൾ പറയാം, നിന്നെ ആരൊക്കെ തകർക്കാൻ നോക്കിയാലും, ആരൊക്കെ തകർക്കാൻ, അത് പുറത്തുനിന്നായാലും അകത്തുനിന്നായാലും, ആരൊക്കെ തകർക്കാൻ നോക്കിയാലും തകർക്കാതിരിക്കാൻ കർത്താവിന്റെ കരം നിന്റെ കൂടെ ഉണ്ടാകും. കർത്താവിന്റെ കരം കൂടെ ഉണ്ടാകും. കർത്താവിനോട് പറയാം, കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ പോവുകയില്ല, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടിയല്ല നിന്നെ എന്ന് പറഞ്ഞ് നേരം വെളുക്കുന്നത് വരെ ദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തി. ദൂതൻ അവനെ അനുഗ്രഹിച്ചു, കർത്താവിനെ അനുഗ്രഹിച്ചു. അവന്റെ പേര് മാറ്റി, അവന്റെ യാക്കോബ് എന്ന പേര് മാറ്റി, അവൻ ഇസ്രയേൽ എന്ന് പേരിട്ടു. അത് ഇന്നും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമായി കർത്താവ് ആ പേരിനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു, അങ്ങ് അനുഗ്രഹിച്ചു, ഉറപ്പിച്ചു. ഞാൻ നിങ്ങൾ പറയാം, കർത്താവ് തരുന്ന ഒരു അനുഗ്രഹവും നശിച്ചു പോകത്തില്ല. കർത്താവ് തരുന്ന ഒരു അനുഗ്രഹവും നശിച്ചു പോകാതെ നിലനിൽക്കുന്ന അനുഗ്രഹം തരാൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, അവന് ഇസ്രയേൽ എന്ന് പേരിട്ടത്, അവന്റെ പേര് അതൊരു ജാതിയുടെ പേരായി മാറി, അതൊരു രാഷ്ട്രത്തിന്റെ പേരായി മാറി, ഒരു രാജ്യമായി ആ പേരിനെ കർത്താവ് മാറ്റി. നിന്റെ അനുഗ്രഹത്തെ രാജ്യമാക്കി മാറ്റാൻ, വിസ്താരമാക്കി മാറ്റാൻ, അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു നല്ല യേശു കർത്താവ് ഇന്ന് രാവിലെ നിന്നെ സ്നേഹിക്കുന്നു. ഇന്ന് ആ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ആ കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാൻ, കർത്താവിന്റെ കരുതൽ അനുഭവിക്കാൻ ഇന്ന് പകലും കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. അവിടെ വെച്ച് യാബോക്ക് കടവിന്റെ തീരത്ത് വെച്ച് ദൂതനുമായി മല്ല് പിടിക്കുന്ന ഒരു യാക്കോബിനെ കാണാം. ആ യാക്കോബോട് മല്ല് പിടിച്ച് അവൻ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തിന്റെ അനുഗ്രഹം അവൻ അനുഭവിച്ചു. അവന്റെ പേര് മാറി. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടാണ് ആ യാബോക്ക് കടവ് കടക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നീ ദൈവവുമായിട്ട് മല്ല് പിടിച്ച, ദൈവത്തിന്റെ അടുത്തേക്ക് വന്നാൽ, കർത്താവിന്റെ സ്നേഹം നീ അനുഭവിക്കാൻ തീരുമാനിച്ചാൽ മല്ലൊന്നും പിടിക്കണ്ട. യേശുവേ അങ്ങനെ കർത്താവാന്ന് പറഞ്ഞാൽ നീ ഇനി മുന്നോട്ട് യാത്ര ചെയ്യുന്നത് ഇതുവരെ യാത്ര ചെയ്ത പോലെ ആയിരിക്കില്ല. അനുഗ്രഹിക്കപ്പെട്ടവനായി ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിച്ച് ഇതുവരെ വന്നതിനേക്കാൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാനും മാനിക്കാനും നിന്നെ നിലനിൽക്കുന്ന ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ. കഴിഞ്ഞ കാലങ്ങളിൽ യാക്കോബിന് ദൈവം കൊടുത്ത അനുഗ്രഹം ആടുമാടുകളൊക്കെ കൊടുത്തു, പുത്രസമ്പത്തൊക്കെ കൊടുത്തു. അതെല്ലാം തീർന്നു പോകുന്നതായിരുന്നു, അതെല്ലാം നശിച്ചു പോകുന്നതായിരുന്നു, അതെല്ലാം കാലത്തിന്റെ പഴക്കത്തിൽ ഇല്ലാതെയാകുന്നതായിരുന്നു. എന്നാൽ ഇപ്പൊ കർത്താവ് കൊടുത്തിരിക്കുന്ന അനുഗ്രഹം അവന്റെ പേര് മാറ്റി, യാക്കോബിന്റെ പേര് മാറ്റി ഇസ്രയേൽ എന്ന പേരാക്കി, അതൊരു രാജ്യത്തിന്റെ പേരാക്കി മാറ്റിയപ്പോ ഞാൻ നിങ്ങളോട് പറയട്ടെ, കാലാകാലങ്ങളിൽ നിലനിൽക്കുന്ന ഒരനുഗ്രഹമാക്കി ആ അനുഗ്രഹത്തെ കർത്താവ് മാറ്റി. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ കർത്താവിന് നിനക്ക് തരുന്ന അനുഗ്രഹത്തെ നിലനിൽക്കുന്ന അനുഗ്രഹമാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. അതാ കർത്താവ് ദൈവം പറയുന്നത്, നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. നിന്നേക്കാൾ കഴിവുള്ള പലരും തുടങ്ങിയത് തകർന്നു പോയപ്പം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ചെയ്യുന്നത് നിലനിൽക്കുന്നതിന് കാരണം നിന്റെ കഴിവുകൊണ്ടല്ല, കർത്താവിന്റെ കരുതലാണ്, കർത്താവിന്റെ സംരക്ഷണമാണ്. അങ്ങനെ ഈ ദൂതനുമായി മല്ല് പിടിച്ച് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു യാക്കോബിനെയാണ് നമുക്ക് കാണാനിടയായിത്തീരുന്നത്. 3 വിധത്തിലുള്ള അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഈ യാക്കോബ് പ്രാപിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. ബഥേലിൽ വെച്ച് ദൈവ സാന്നിധ്യം അവൻ അനുഭവിച്ചു. വരുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് കാട്ടിൽ വെച്ച്, ബഥേലിൽ വെച്ച് ആ കല്ല് തലവണ വെച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം, പ്രസൻസ് ഓഫ് ഗോഡ്, അത് ഈ യാക്കോബ് അനുഭവിച്ചു. പ്രിയമുള്ളവർ, നമുക്കും ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാം. നിങ്ങൾ ഇരിക്കുന്നിടത്ത്, നിങ്ങൾ ഏത് കാട്ടിലാണെങ്കിലും ഞാൻ പറയാം, നിങ്ങൾ സഭയ്ക്കകത്ത് ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ, കാട്ടിലിരിക്കും വേണ്ട ഭയപ്പെട്ടിരിക്കുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേകത അതാ. ബാക്കി പലർക്കും ദൈവ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ, എണ്ണപ്പെട്ട സ്ഥലങ്ങളിൽ, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ, ആ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ ചെന്നാലേ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റൂ, അവിടെ ചെന്നാലേ ദൈവ പ്രസാദം അനുഭവിക്കാൻ പറ്റൂ. എന്നാൽ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത അങ്ങനെയല്ല. അതല്ല നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നീ എവിടാണോ അവിടെ ദൈവ സാന്നിധ്യം തേടി നീ നടക്കണ്ട. ദൈവ സാന്നിധ്യം തേടി നീ നടക്കുവല്ല, നിന്റെ കൂടെ ദൈവ സാന്നിധ്യം നടക്കുക. പ്രിയമുള്ളവരെ, അങ്ങനെ അതൊന്നും തിരിച്ചറിഞ്ഞു, അതൊന്നും മനസ്സിലാക്കി എത്ര സൗഭാഗ്യകരമാ, എത്ര അനുഗ്രഹപ്രദമാ, എത്ര സന്തോഷപ്രദമാ. നീ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഇവിടുന്ന് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യണ്ട.
നീ ഇവിടുന്ന് ഗലീലാഹിക്കിലേക്ക് യാത്ര ചെയ്യണ്ട. നീ ഇവിടുന്ന് ഏതെങ്കിലും മല കയറാൻ വേണ്ടി നീ യാത്ര ചെയ്യണ്ട. എന്നെ കാര്യം അറിയാമോ? നിന്നെ തേടി കർത്താവ് വരുക, നിന്നെ തേടി സ്വർഗം വരുക, ദൈവ സാന്നിധ്യം നിന്റെ കൂടെ പോരുക. നീ ഒറ്റയ്ക്കിരിക്കുമ്പോഴും എല്ലാവരും ഉപേക്ഷിച്ച്, എല്ലാവരും ആരും കൂടെ ഇല്ലാതെ, ഒരു സഹായവും ഇല്ലാതെ ആ വേദനയിലിരിക്കുന്ന സമയത്തും കർത്താവിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഇറങ്ങി വരുന്ന, നിന്നെ സംരക്ഷിക്കുന്ന ഒരു വലിയ ദൈവ സാന്നിധ്യം. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അകത്തൊരു വലിയ ധൈര്യം ഉണ്ടാകും, വലിയൊരു ധൈര്യം ഉണ്ടാകും. നമ്മൾ പ്രതിസന്ധിയുടെ മുന്നോട്ട് പോകുമ്പോൾ, പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചു നോക്കിക്കേ, കർത്താവിന്റെ കൂടെ ഇരുന്ന് നോക്കിക്കേ, കർത്താവിന്റെ കൂടെ അല്പസമയം ഇരുന്ന് നോക്കിയ പ്രിയമുള്ളവരെ, നമുക്ക് ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചു കഴിയുമ്പോൾ ഭയം നമ്മളെ വിട്ടുപോകും, നമുക്കൊരു ധൈര്യം നമ്മുടെ അകത്തുണ്ടാകും, നമുക്ക് തന്നെ ബോധ്യമാകും ഞാൻ അനുഗ്രഹിക്കപ്പെടും, എന്റെ യാത്ര ശുഭകരമാകും എന്ന് മനസ്സിലാക്കും. അപ്പൊ യാക്കോബിന് ഒന്നാമതുണ്ടായത് ദൈവ സാന്നിധ്യം. ബഥേലിൽ വെച്ച് ദൈവ സാന്നിധ്യം, പ്രസൻസ് ഓഫ് ഗോഡ് ഈ ഈ ഈ യാക്കോബ് അനുഭവിക്കാനിടയായി തീർന്നു. മഹനീമിൽ വെച്ച് ദൈവത്തിന്റെ ശക്തി അവൻ അനുഭവിച്ചു, ദൈവത്തിന്റെ ശക്തി അവൻ മനസ്സിലാക്കാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ശക്തി നമ്മളെ സംരക്ഷിക്കുന്ന ശക്തിയാ, കർത്താവിന്റെ ശക്തി ശത്രുവിന്റെ കയ്യിൽ നമ്മളെ വിടുവിക്കുന്ന ശക്തിയാ, കർത്താവിന്റെ ശക്തി നമ്മളെ വളർത്തുന്നതാ, നമ്മളെ ഉയർത്തുന്നതാ, നമ്മളെ അനുഗ്രഹിക്കുന്നതാ. ആ ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവശക്തി, പവർ ഓഫ് ഗോഡ് ആ മഹനീയമിൽ വെച്ച് യാക്കോബ് അനുഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായി തീരുന്നത്. മൂന്നാമതായി ആ പെനിയേലിൽ വെച്ച് ദൈവ സംസർഗം, പെനിയേലിൽ വെച്ച് അവനൊരു ദൈവിക സംസർഗം അനുഭവിച്ചു, കർത്താവുമായിട്ട് ഒരു നല്ല സംസർഗം അനുഭവിക്കാനിടയായി തീർന്നു. ഫെലോഷിപ്പ് ഓഫ് ഗോഡ്, കർത്താവുമായിട്ട് ഒരു വലിയ കൂട്ടായ്മ അവൻ അനുഭവിച്ചു. പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദൈവ സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ഫെലോഷിപ്പ്, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ നമ്മളെ ഓരോ ദിവസവും വളർത്തിക്കൊണ്ടിരിക്കും, നമ്മളെ ഓരോ ദിവസവും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ അകത്ത്, ഹൃദയത്തിനകത്ത് ഒരു വലിയ സമാധാനം തരും. എന്നെ കാര്യം അറിയാവോ? ഞാൻ കർത്താവിന്റെ കൂടെയാ, ഞാൻ കർത്താവുമായിട്ട് എനിക്ക് കൂട്ടായ്മയുണ്ട്, കർത്താവുമായിട്ട് എനിക്ക് ഫെലോഷിപ്പ് ഉണ്ട്. അതുകൊണ്ടാ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ പറയട്ടെ, നമുക്ക് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു നല്ല നേതാവുമായി, നല്ല ശക്തനായ ഒരു നേതാവുമായി നമുക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഒരു ചായ കുടിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്കുന്ന, വിശേഷം അന്വേഷിക്കുന്ന, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഒരു കാര്യം ഇല്ലാത്തപ്പോഴും ഇടയ്ക്കൊന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ഒരു ബന്ധം ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യം. എന്തെങ്കിലും പ്രതിസന്ധി വന്നാലും അവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നമ്മളെ സഹായിക്കുമല്ലോ. ഞാൻ നിങ്ങൾ പറയാം, കർത്താവുമായി നമുക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ, കർത്താവുമായിട്ട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിലെ നേതാക്കന്മാരൊക്കെ ഉപേക്ഷിക്കും, അവരെല്ലാം കൈവിടും, അവരെല്ലാം കൈ മലർത്തിയേക്കാം, കണ്ടില്ലെന്ന് വെച്ചേക്കാം. പക്ഷെ ഞാൻ നിങ്ങളുടെ പറയട്ടെ, ഈ കർത്താവ് നമ്മളെ കണ്ടാൽ, കർത്താവ് നമ്മളെ സ്നേഹിച്ചാൽ, കർത്താവുമായി നമുക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ഒരു നാൾ കൈവിടിയല്ല, ഒരു നാൾ കൈവിടാതെ, ഒരു നാൾ ഉപേക്ഷിക്കാതെ കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ് എന്ന് ഇന്ന് രാവിലെ എനിക്ക് ഓർപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട് പ്രിയമുള്ളേ. അതുകൊണ്ട് ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ, ആ ദൈവിക ആ ശക്തി അനുഭവിക്കാൻ പോരാ, ദൈവത്തിന്റെ ഫെലോഷിപ്പ്, കർത്താവുമായി നല്ല കൂട്ടായ്മ അനുഭവിക്കാൻ നമുക്കൊന്ന് ആഗ്രഹിക്കാം. നിങ്ങൾ ആഗ്രഹിച്ചാൽ മതി, കർത്താവ് നിങ്ങൾക്ക് തരും. ഇതൊക്കെ കർത്താവ് നമുക്ക് സൗജന്യമായി തരുന്നതാ. ഇതിനൊന്നും നമ്മൾ വില കൊടുക്കണ്ട, നമുക്ക് ഇതിനൊന്നും മുടക്കില്ല പ്രിയമുള്ളവരെ. വളരെ ഫ്രീ ആയതെല്ലാം. ദൈവ സാന്നിധ്യം ഫ്രീയാ, ഒരു പൈസയും മുടക്കില്ല. ദൈവത്തിന്റെ ശക്തി അനുഭവിക്കാൻ ഒരു പൈസയും മുടക്കില്ല. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് യാതൊരു മുടക്കുമില്ല. കർത്താവുമായി കൂട്ടായ്മ കൂടാൻ, ദൈവമായി നല്ല ബന്ധം പുലർത്താൻ നമുക്ക് യാതൊരു മുടക്കുമില്ല പ്രിയമുള്ളവരെ. ഒന്ന് ആഗ്രഹിച്ചാൽ, ഒന്ന് കർത്താവ് യേശുവേ എന്ന് വിളിച്ചാൽ, യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവേ അങ്ങന്റെ കർത്താവാണെന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയാം, ആ ദൈവത്തിന്റെ ഫെലോഷിപ്പ് നിന്നെ വിട്ട് ഒരു നാളും പോകുകയില്ല. എല്ലാ കാലത്തും നിന്റെ കൂടെ ഉണ്ടാകും. നീ യേശുവിനെ വിട്ട് മാറിയാലും, നീ കർത്താവിനെ വിട്ട് മാറിയാലും, കർത്താവ് നിന്നോട് ചേർന്ന് നിൽക്കും. പലപ്പോഴും നമുക്ക് തോന്നും, കർത്താവ് എന്നെ വിട്ടുപോയോ, നിന്നെ വിട്ട് കർത്താവ് പോകത്തില്ലല്ലോ, കർത്താവ് നിന്നെ വിട്ട് പോകാൻ പറ്റിയല്ലോ. ഞാൻ ഒരു സംഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പണ്ട് ഒരു പ്രായമുള്ള അപ്പച്ചനും അമ്മയും ഒരുമിച്ച് കാറ യാത്ര ചെയ്യുമായിരുന്നു. കാറ യാത്ര ചെയ്യുമ്പോ ഇങ്ങനെ കുറെ ദൂരം അങ്ങ് ചെന്നപ്പോ അമ്മ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, വണ്ടി നിർത്തിക്കേ. വണ്ടി നിർത്തി. എന്നാന്ന് ചോദിച്ചോ പറയാം, നമ്മൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പണ്ട് യാത്ര ചെയ്യുന്നത്. നമ്മൾ പണ്ട് യാത്ര ചെയ്യുന്നത് രണ്ടുപേരും ഒരുമിച്ചിരുന്നായിരുന്നു, രണ്ടുപേരും ഫ്രണ്ട് സീറ്റിലായിരുന്നു യാത്ര ചെയ്തോണ്ടിരുന്നത്. ഇപ്പോ ഞാൻ പുറകിലും അച്ചായൻ ഫ്രണ്ടിലുമാ, നമ്മൾ തമ്മിലുള്ള അകലം കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അച്ചായൻ പറഞ്ഞു, അച്ചായൻ അമ്മയോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ആ ഭാര്യയോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ അന്നും ഈ സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ ഇന്നും ഈ സീറ്റിൽ തന്നെ, ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു, നീയാണ് പുറകോട്ട് പോയത്. കർത്താവിന് നമ്മളോട് പറയാനുള്ള കാര്യം ഇതാ, കർത്താവ് ഇന്നും എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്.
കർത്താവ് ഒരിക്കലും പുറകോട്ട് മാറിയിട്ടില്ല. കർത്താവ് ഒരിക്കലും നമ്മളെ വിട്ട് മാറിയിട്ടില്ല. നമ്മളാണ് കർത്താവിനെ വിട്ട് മാറിയത്. കർത്താവിൽ നിന്ന് നമ്മളാണ് അകന്നു പോയത്. എന്നിട്ട് നമ്മൾ കർത്താവിനോട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ചോദിക്കും, കർത്താവേ, നീ എന്നെ ഉപേക്ഷിച്ചോ? നീ എന്നെ കൈവിട്ടു പോയോ? നമ്മളെ കൈവിടുന്നില്ല കർത്താവ്. കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു നാളും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല. അങ്ങനെ വാക്ക് പറയാനും അത് ചെയ്യാനും പറ്റുന്ന ഒരേ ഒരാൾ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഒരു നാളും ഉപേക്ഷിക്കാത്ത, ഒരു നാളും കൈവിടാത്ത, ഒരു നാളും നമ്മളെ മാറ്റി നിർത്താത്ത ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവുമായി നമുക്ക് നല്ലൊരു ഫെലോഷിപ്പ് ഉണ്ടാകട്ടെ, നല്ലൊരു കൂട്ടായ്മ ഉണ്ടാകട്ടെ. എപ്പോഴെങ്കിലും ഒക്കെ കൂട്ടായ്മ തകർന്നു പോയവർ, ഞാൻ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ആ കർത്താവിന്റെ അടുത്തേക്ക് ഓടി വരാം. നിങ്ങൾക്ക് ആ കർത്താവിന്റെ അടുത്തേക്ക് ഓടി വരാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ മുടിയപുത്രൻ പോയപ്പോൾ മുതലേ അപ്പൻ അവന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ, കർത്താവ് കാത്തിരിക്കുക. ഞാനിങ്ങനെ ആ മുടിയപുത്രന്റെ കാര്യം പറയുമ്പോ ഞാനിങ്ങനെ പറയാറുണ്ട്, ആ അപ്പൻ എല്ലാ കാലത്തും അവന് വേണ്ടി ഒരു ജോഡി ഡ്രസ്സ് മേടിച്ചു വെച്ചേക്കും. എന്റെ കാര്യം അറിയാമോ? എന്റെ കൊച്ചിലെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. കൊച്ചിലെയൊക്കെ ഉള്ള ഷർട്ട് ഞാൻ ഇടുന്ന ഷർട്ടിന്റെ കോളർ ഇവിടെ വരെ എത്തുമായിരുന്നു. ഷോൾഡർ വരെ എത്തുന്ന കോളറായിരുന്നു ഷർട്ടിനുണ്ടായിരുന്നത്. അത് അന്നത്തെ ഭയങ്കര ഫാഷനായിരുന്നു. അത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മാറും. പാന്റിന്റെ ബെൽറ്റ്സ് ഒക്കെ മുന്നോട്ട് കിടക്കുമായിരുന്നു. നമ്മുടെ കാലിനേക്കാൾ ഒത്തിരി മുമ്പിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അത് മാറി. അത് കുറഞ്ഞു വന്നു. പിന്നെ അത് ടൈറ്റായി. നമുക്കറിയാം, ഈ പ്ലാസ്റ്റിക് കൂടൊക്കെ ഇട്ടാ പിള്ളേരൊക്കെ പാന്റ് ചിലപ്പോൾ ഇടുകയോ ഊരുകയോ ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ ഊരത്തില്ലാത്തതുപോലെ ആ സ്കിൻ പോലെ അത്ര ടൈറ്റ് ആയിട്ടിരിക്കുന്ന പാന്റുകളിലേക്ക് മാറി. അപ്പോ കാലാകാലങ്ങളിൽ ഈ ഈ പാന്റിന്റെയും ഷർട്ടിന്റെയും ഡ്രസ്സിന്റെയും ഒക്കെ ഷേപ്പും കോലവും ഒക്കെ മാറാറുണ്ട്. അപ്പോ എന്ന് പറഞ്ഞ പോലെ ചിലപ്പോ പണ്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ഷർട്ട് 3 പേർക്ക് ഇടാവുന്ന ഷർട്ടായിരുന്നു ഇട്ടോണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഡ്രസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഓരോ സമയത്തും അതാത് ഫാഷൻ മാറി വരുന്നത് പോലെ വരാറുണ്ട്. അത് ഇന്ന് തുടങ്ങിയല്ല, പണ്ട് പോലെയുള്ളതാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മകൻ പോയപ്പോൾ മുതലേ അപ്പൻ ഡ്രസ്സ് എടുക്കുന്ന കൂടെ മകനോട് ഒരു ഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പുതിയ ഫാഷനിൽ പുതിയ ഷർട്ടുകൾ മേടിച്ചു വെക്കാറുണ്ട്. നമുക്കറിയാം, കാരണന്മാർ പിന്നെ എണ്ണയിലൊക്കെ ഇടും. മക്കൾ അങ്ങനെ ഇടിയല്ല. മക്കൾ അന്നന്നത്തെ എടുത്തുള്ളൂ. മക്കൾ കുറച്ച് അപ്ഡേറ്റാ. അതുകൊണ്ട് അവര് കുറച്ചുകൂടെ ആ കാലത്തിനനുസരിച്ചുള്ള ഡ്രസ്സേ അവർ ധരിക്കുള്ളൂ. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഈ അപ്പനും മകന് വേണ്ടി എല്ലാ കാലത്തും മേടിച്ചു വെക്കുന്നുണ്ട്. എല്ലാ സമയത്തും ഓരോ ഉടുപ്പ് മേടിച്ചു വെക്കുക. കാലം മാറുമ്പോ, ഫാഷൻ മാറുമ്പോ അപ്പൻ അതിനു വേണ്ടി ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ലത് അപ്ഡേറ്റ് ചെയ്ത് ഈ മകന് വേണ്ടി വെക്കുക. ആ മകൻ വന്നപ്പോഴേ എടുത്തു കൊടുക്കുക. ആ മകന് വേണ്ടി വെച്ചിരിക്കുന്നത് അവൻ അപ്പന്റെ ഒന്നും വരുന്നില്ല, ഇന്ന സ്ഥലത്താന്ന് അറിയാം. അപ്പൊ തന്നെ ദാസന്മാർക്ക് പോലും അറിയാം അതെവിടെ ഇരിക്കുന്നത്. അവരോട് വരെ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോഴേ എടുത്തുകൊണ്ടൊന്ന് കൊടുത്തു. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് നിനക്ക് വേണ്ടി നീ കർത്താവിനെ വിട്ടു മാറിയിട്ടും, നീ കർത്താവിനെ ഉപേക്ഷിച്ചു പോയിട്ടും കർത്താവ് നിനക്ക് വേണ്ടി കരുതി വെച്ചേക്കുക. നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചേക്കുക. നന്മകൾ, അനുഗ്രഹങ്ങൾ ഒക്കെ കർത്താവ് നമുക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളത് നിനക്ക് കർത്താവിൽ നിന്ന് അനുഭവിക്കാം. യേശുവിന്റെ അടുത്തേക്ക് വരാമോ? കർത്താവെ, ഞാൻ കർത്താവിന്റെ അടുത്തേക്ക് വീണ്ടും വരുവാൻ, എനിക്ക് യേശുവിന്റെ അടുത്തേക്ക് വീണ്ടും വരണം, എനിക്ക് കർത്താവുമായി നല്ല കൂട്ടായ്മ വേണമെന്ന് പറയാമോ? കർത്താവ് നിനക്ക് വേണ്ടി ഇന്നും കരുതി വെച്ചിരിക്കുന്നത് നിനക്ക് അനുഭവിക്കാനിടയായിത്തീരും. അപ്പോ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ഫെലോഷിപ്പ്, ഇതൊക്കെ അനുഭവിക്കാനിടയായി തീർന്നു. ഇതെല്ലാം അനുഭവിച്ച യാക്കോബ് ബേഥേലിലേക്ക് തിരിച്ചു പോരാതെ ശേഖേമിൽ തന്നെ താമസിച്ചു. ബേഥേലിലേക്ക് വന്നോളാന്ന് വാക്ക് പറഞ്ഞിരുന്നു. ആ ദൂതന്മാരെ കണ്ടപ്പോ, സ്വർഗം ഇറങ്ങി വന്നപ്പോ, നിന്റെ കൂടെ ഞാനുണ്ടെന്ന് സ്വർഗം പറഞ്ഞപ്പോ ആ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പോകുക, ഞാൻ യാത്ര ചെയ്യുക, ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട് തിരിച്ചു വന്നാൽ, ഞാൻ കൊല ചെയ്യപ്പെടാതെ, ഞാൻ നശിച്ചു പോകാതെ ഞാൻ തിരിച്ചു വന്നാൽ, ഞാൻ നിനക്ക് ഇവിടെ ഒരു ദേവാലയം പണിയും, ഞാൻ നിനക്ക് ഇവിടെ ഒരു യാഗപീഠം പണിയും, ഞാൻ ബേഥേലിൽ നിന്നെ ആരാധിച്ചോളാം എന്നൊക്കെ തീരുമാനം എടുത്തിട്ടാ യാക്കോബ് അവിടുന്ന് പുറപ്പെടുന്നത്. ഇപ്പോ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ, വടിയോടുകൂടെ വന്നവൻ സമ്പന്നനായി തീർന്നപ്പോ, എന്തൊക്കെയോ ഉണ്ടായപ്പോ, പേരുണ്ടായപ്പോ, പ്രശസ്തി ഉണ്ടായപ്പോ, നാട്ടുകാരൊക്കെ അവനെ സാറേന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോ, പ്രിയമുള്ളവരെ, ബേഥേൽ മറന്നുപോയി. പഴയ ബേഥേൽ മറന്നുപോയി. തിരിച്ച് കർത്താവിന്റെ അടുത്തേക്ക് വാ. ഈ യാക്കോബ് പറയാ, നീ വാ. യാക്കോബ് ആ ബേഥേൽ മറന്നുപോയി. ഞാൻ നിങ്ങളോട് പറയാം, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ബേഥേൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, പഴയ കാലം മറന്നു പോയിട്ടുണ്ടെങ്കിൽ, പണ്ടെടുത്ത തീരുമാനം മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അത് തിരിച്ചു വരാനുള്ള സമയമായിപ്പോ. ഇപ്പോഴെ തിരിച്ചു വരേണ്ടത് ബേഥേലിലേക്ക് തിരിച്ചു വരണം. ഇവിടെ പറയാ, ഇതെല്ലാം ഉണ്ടായിട്ടും അവൻ ബേഥേലിലേക്ക് തിരിച്ചു വന്നില്ല. ബേഥേലിലേക്ക് തിരിച്ചു വരാതെ ശേഖേമിൽ അവൻ സ്ഥിരതാമസമാക്കി. അവിടെ അവൻ അങ്ങ് ഉറപ്പിച്ചു.
താമസം അങ്ങ് ഉറപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മൾ കർത്താവിനോട് പറഞ്ഞ കാര്യമൊന്നും മറന്ന് കർത്താവ് പോയിട്ടില്ല. കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മറന്നുപോയൊന്നുമല്ല, നമുക്ക് മറവിയൊന്നുമില്ല, നമ്മൾ മറന്നിട്ടൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോ അതിൽ നിന്ന് അങ്ങ് മാറി നിൽക്കുക, അതിൽ നിന്ന് നമ്മൾ അങ്ങ് വേണ്ടെന്ന് വെച്ചു. അന്ന് പണ്ടത്തെ തീരുമാനമൊക്കെ ഓർമ്മയിൽ, അല്ലെങ്കിൽ അന്ന് അറിവില്ലായ്മയുടെ കാലത്ത് എടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുക. പ്രിയമുള്ളവരെ, കർത്താവ് അതെല്ലാം എഴുതി വെച്ചേക്കുക, കർത്താവ് അതെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സമ്പത്തുണ്ടാകുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ദൈവത്തോടുള്ള നമ്മുടെ ഉടമ്പടികളും നമ്മൾ മറന്നു പോകരുത്. ആരോഗ്യമുണ്ടാകുമ്പോൾ ചിലപ്പോഴൊക്കെ ഒത്തിരി ആൾക്കാരും സുവിശേഷ വേലയ്ക്കൊക്കെ തീരുമാനമെടുക്കും. ഞാൻ ഈ കർത്താവിന് വേണ്ടി ജീവിച്ചോളാം എന്നൊക്കെ തീരുമാനമെടുക്കുന്ന ICU കിടക്കുമ്പോഴാണ്. ICU കിടക്കുമ്പോൾ വെന്റിലേറ്റർ കൊണ്ട് ഘടിപ്പിക്കാൻ തുടങ്ങുമ്പോഴോ അന്നാലും ആ ദൈവത്തോട് തീരുമാനമെടുക്കുന്നത്, കർത്താവേ, ഇനി എനിക്കൊരു ആയുസ് ഉണ്ടായാൽ, ഇനി എനിക്കൊരു ആയുസ് ഉണ്ടെങ്കിൽ, ഞാൻ മുന്നോട്ടൊരു ജീവിതം ഉണ്ടെങ്കിൽ, ഇനി ഞാൻ കർത്താവിന്റെ കൂടെ മാത്രം, ഇനി എന്റെ ജീവിതം കർത്താവിന് വേണ്ടി മാത്രം, ഞാൻ ഇനി കർത്താവെ നിന്നെ വിട്ടെങ്ങും പോവുകയില്ല എന്നൊക്കെ തീരുമാനമെടുക്കുന്ന പലപ്പോഴും ICU കിടക്കുമ്പോഴാണ്. ICU കിടക്കുന്ന സമയത്താണ് നമുക്ക് തീരുമാനം ഉണ്ടാകുന്നത്. രോഗിയായി തീരുമ്പോഴാണ്, ആരോഗ്യമില്ലാതായി തീരുമ്പോഴാണ്, കടം കയറി അങ്ങ് നശിക്കുമ്പോഴാണ്, പ്രിയമുള്ളവര്, പോലീസ് കേസ് വരുമ്പോഴാണ്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോഴാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ തീരുമാനങ്ങളൊക്കെ പിന്നെ അങ്ങ് മറന്നുപോകും. അനുഗ്രഹിക്കപ്പെടുമ്പോ, സമ്പത്തുണ്ടാകുമ്പോ, കേസ് തീരുമ്പോ, ആരോഗ്യം ഉണ്ടാകുമ്പോ, നിന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോ ഈ കാര്യമെല്ലാം അങ്ങ് മറന്നുപോകും. പ്രിയമുള്ളവരെ, അങ്ങനെ യാക്കോബ് മറന്നുപോയി. യാക്കോബ് തിരിച്ചു വന്നില്ല. ബഥേലിലേക്ക് വരാതെ അവിടെ തന്നെ ശേഖേമിൽ തന്നെ അവനവിടെ സ്ഥിരതാമസം ആകാനിടയായി തീർന്നു. ആ സമയം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ഉടമ്പടി നമ്മൾ മറന്നു പോകാതിരുന്നാൽ നീ വീണ്ടും വീണ്ടും ഉയർച്ചയിലേക്ക് പോകും, വീണ്ടും വീണ്ടും നന്മയിലേക്ക് പോകും. എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഒന്ന് തിരിച്ചു വരാനുള്ള സമയമാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. യാക്കോബിന്റെ വിവാഹത്തെ കുറിച്ച് ഞാൻ ഓർപ്പിക്കാം. വിവാഹം ഇങ്ങനെയായിരുന്നു. ലാബാന്റെ ഇളയ മകളായ റാഹേലിനെയാണ് യാക്കോബ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത്. വീട്ടിൽ നിന്ന് പോരുമ്പോ അപ്പ പറഞ്ഞു വിട്ടു, നീ അന്യജാതിക്കാരിൽ നിന്ന് വിവാഹം ചെയ്യരുത്, നീ വിവാഹം ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ വിവാഹം ചെയ്യണം എന്ന് വെച്ച് പറഞ്ഞു. നീ അമ്മാവിന്റെ അടുത്തിട്ടല്ലേ പോകുന്നേ, നീ അമ്മാവിന്റെ അടുത്ത് ചെല്ലുമ്പോ അമ്മാവിന്റെ വീട്ടിൽ തന്നെ നീ വിവാഹം കഴിച്ചു, അവിടുത്തെ അമ്മാവിന്റെ മകളെ തന്നെ വിവാഹം കഴിച്ചു എന്നൊക്കെ അപ്പം പറഞ്ഞാ വിടുന്നത്. അപ്പൻ അങ്ങനെ പറഞ്ഞു വിട്ടതാ. അങ്ങനെ പറഞ്ഞു വിടുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞു വിട്ടത് കൊണ്ട് ഈ യാക്കോബ് അവിടെ ചെന്നപ്പോ നോക്കിയപ്പം സുന്ദരിയായ പെണ്ണ് ഇളയവളായിരുന്നു, റാഹേലായിരുന്നു. അപ്പോ ഈ യാക്കോബ് തീരുമാനിച്ചു, ഞാൻ റാഹേലിനെ വിവാഹം കഴിക്കും എന്ന് തീരുമാനിക്കേണ്ടതായി തീർന്നു. അങ്ങനെ റാഹേലിന് വേണ്ടി ആഗ്രഹിച്ചു. ഈ അമ്മാവനോട് പറഞ്ഞു, അമ്മാവ, എനിക്ക് റാഹേലിനെ വിവാഹം കഴിച്ചു തരണം. അമ്മാവ പറഞ്ഞു, ഒരു കുഴപ്പമില്ല മോനെ, നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരാം. അവളെ വിവാഹം കഴിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, 7 വർഷം എന്റെ ആടുമാടുകളെ നോക്കണം. എന്റെ ആടുമാടുകളെ നീ 7 വർഷം നോക്കിയാൽ അവളെ നിനക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ചു തരും. 7 വർഷം കഴിഞ്ഞു. ഡേറ്റ് എണ്ണി ആയിരിക്കും പോകുന്നത്. ഓരോ ദിവസം എണ്ണി ആയിരിക്കും ചിലപ്പോൾ യാക്കോബ് ജോലി ചെയ്തത്. 7 വർഷമായപ്പോ യാക്കോബോട് പറഞ്ഞു, എനിക്ക് കല്യാണത്തിന് സമയമായല്ലോ എന്ന് പറഞ്ഞപ്പോ കല്യാണം റെഡിയാക്കി കഴിഞ്ഞപ്പോ അന്ന് രാത്രിയിലായിരുന്നു കല്യാണം. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അറിഞ്ഞത് കല്യാണം കഴിച്ചത് ആള് മാറിപ്പോയി. ഈ അപ്പനെ പറ്റിച്ച, ചേട്ടനെ പറ്റിച്ച ഈ യാക്കോബിനെ അമ്മാവൻ പറ്റിച്ചു, അല്ലെങ്കിൽ അമ്മാവൻ പറ്റിക്കാനിടയായി തീർന്നു. മൂത്തവളെ വിവാഹം കഴിച്ചു കൊടുത്തു. പിറ്റേ ദിവസം യാക്കോബ് ചോദിക്കുക ലാബാനോട് ചോദിക്കുക, നീ എന്നോട് ഈ ചതി ചെയ്തത്, നീ എന്നെ ഇങ്ങനെ വഞ്ചിച്ചത്, നീ എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോ പറയാ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു മര്യാദയില്ല, ചേർത്ത് നിൽക്കുമ്പോ അനിയത്തി കെട്ടിക്കുന്ന ഒരു മര്യാദയില്ല, അതുകൊണ്ട് നിനക്ക് ഒരു കുഴപ്പമില്ല, റാഹേലിനെയും നിനക്ക് വിവാഹം കഴിച്ചു തരാം. വീണ്ടും ഒരു 7 വർഷം കൂടെ നീ ജോലി ചെയ്യണം. വീണ്ടും ആ റാഹേലിന് വേണ്ടി ആ യാക്കോബ് വേല ചെയ്യാനിടയായി തീർന്നു. ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നത്, റാഹേലിനോടുള്ള അവന്റെ സ്നേഹ നിമിത്തം ഈ 7 വർഷം എന്നുള്ളത് അവന് ചെറിയ കാലം പോലെ തോന്നി, ചെറിയ കാലമായിട്ട് തോന്നി. 14 വർഷം ഈ റാഹേലിന് വേണ്ടി. സത്യത്തിൽ ഈ 14 വർഷം ജോലി ചെയ്ത റാഹേലിന് വേണ്ടിയാണ്. ആദ്യത്തെ 7 വർഷം ലേയയ്ക്ക് വേണ്ടി അല്ല ചെയ്തത്, റാഹേലിന് വേണ്ടിയായിരുന്നു. രണ്ടാമത്തെ 7 വർഷവും ജോലി ചെയ്യുന്നത് റാഹേലിന് വേണ്ടിയാണ്. അപ്പൊ ഈ 14 വർഷമാണ് റാഹേലിന് വേണ്ടി ജോലി ചെയ്തത്. അതവന് ചെറിയ കാലം പോലെ തോന്നി. അത് പെട്ടെന്ന് ആ സമയം കടന്നു പോയതുപോലെ. എന്നാ കാര്യം അറിയാവോ? റാഹേലിനോടുള്ള അവന്റെ സ്നേഹമായിരുന്നു. അങ്ങനെ ഈ റാഹേലിന് വേണ്ടി നിന്ന് 7 വർഷം ജോലി ചെയ്യേണ്ടതായി തീർന്നു. പിന്നീട് ഉള്ള 6 വർഷമാണ് ഈ സമ്പത്തിന് വേണ്ടി അധ്വാനിച്ചത്. അങ്ങനെ 20 വർഷം, നീണ്ട 20 വർഷം ഈ യാക്കോബ് അമ്മാവന്റെ വീട്ടിൽ ഒരു അടിമയെ പോലെ ജോലി ചെയ്യുന്നു, ഒരു വേലക്കാരനെ പോലെ ജോലി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ അവന് ആ സമ്പത്തൊക്കെ അവൻ ഉണ്ടാക്കേണ്ടതായി തീർന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇന്ന് മെയ് 1 ഇന്ന് ലേബേഴ്സ് ഡേ ആണ്. ആ ലേബേഴ്സ് ഡേയിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, തൊഴില് മഹത്വമുള്ള കാര്യമാണ്. ഏത് ജോലി ചെയ്യണം, ഏത് ജോലി ചെയ്യുന്നതിന് ഒരു മടി വിചാരിക്കരുത്.
ഉപയോഗിക്കരുത്, ഏത് ജോലി മോഷണം ചെയ്യരുത്, ഏത് ജോലി ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അഭിമാനമാണ്, അത് അനുഗ്രഹമാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ലാബാന്റെ വീട്ടിൽ 20 വർഷം ഈ യാക്കോബ് ആരാന്നറിയാവോ? അബ്രഹാമിന്റെ കാലത്ത് 318 അഭ്യാസികൾ വീട്ടിലുള്ള, വല്യപ്പന്റെ കാലത്ത് 318 അഭ്യാസികൾ വീട്ടിലുള്ള വലിയ സ്വത്തിന്റെ, ഭൂസ്വത്തിന്റെ, ആടുമാടുകളുടെ ഉടമസ്ഥനായിരുന്നു അവന്റെ വല്യപ്പൻ. ഇസഹാക്ക് മോശക്കാരനല്ല, ഇസഹാക്കും നല്ല സമ്പന്നനായിരുന്നു. അപ്പനപ്പൂപ്പന്മാരൊക്കെ നല്ല സമ്പന്നന്മാരായിരുന്നു. ആ സമ്പത്ത് വെച്ച് അനുഭവിക്കേണ്ട, അത് വെച്ച് അനുഭവിക്കേണ്ട, ദാസിദാസന്മാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കേണ്ട യാക്കോബ് തന്റെ ജീവിതത്തിൽ അവൻ ചതിയനായി മാറിയപ്പോ, അവൻ ചതിയനായി വഞ്ചകനായി തീർന്നപ്പോ അവന് ദേണ്ട നീണ്ട 20 വർഷം ഒരു അടിമയെ പോലെ, ഒരു വേലക്കാരനെ പോലെ ഒരു വീട്ടിൽ കടന്ന് ജോലി ചെയ്യുക. എന്ന കാര്യം അറിയാമോ? അപ്പനെ പറ്റിച്ചതിന്റെയാ, ചേട്ടനെ പറ്റിച്ചതിന്റെയാ. ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പനെ പറ്റിക്കുമ്പോ, ചേട്ടനെ പറ്റിക്കുമ്പോ ചില സുഖം നമുക്ക് കിട്ടും, ചില സന്തോഷം നമുക്ക് കിട്ടും, ചില നന്മ നമുക്ക് കിട്ടി നമുക്ക് തോന്നും. പക്ഷെ അതിന്റെ വില കൊടുത്തത് 20 വർഷമാ. 20 വർഷം ഒരു അടിമയെ പോലെ ജോലി ചെയ്യുന്ന യാക്കോബ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാ ജോലിയും മാന്യതയുള്ളതാണ്, ഒരു ജോലിക്കും അപ്പം ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മള് ഒരടിമയായി തീരുന്നതിന് കാരണം നമ്മളെ കർത്താവിൽ നിന്ന് നമ്മൾ മാറിപ്പോയത് കൊണ്ടാ, കർത്താവിനെ വിട്ടുപോയത് കൊണ്ടാ, മറ്റുള്ളവരെ ചതിച്ചത് കൊണ്ടാ. ചതിച്ച് നമ്മൾ നേട്ടം ഉണ്ടാക്കിയല്ല, ആരെയും ചതിച്ച് നമുക്കൊരു നേട്ടം ഉണ്ടാകിയല്ല. നേട്ടം ഉണ്ടായി തോന്നിയാലും അത് നേട്ടമായിരിക്കുകയില്ല. നിലനിൽക്കുന്ന അനുഗ്രഹം ദൈവം അനുഗ്രഹിക്കുമ്പോഴാണ്. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല, ഒരു ദോഷവും വന്നിട്ടില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് ആഗ്രഹിക്കാം, കർത്താവിനിൽ നിന്നുള്ള അനുഗ്രഹം നമുക്ക് അനുഭവിക്കാം. അങ്ങനെ അവന് ഈ 2 ഭാര്യമാരും ആരെയും ആയി, അങ്ങനെ അവൻ സമ്പത്തുണ്ടായി, അവൻ അവിടുന്ന് പോന്നു. ആ 2 ഭാര്യമാരിലും അവരുടെ ദാസിമാരിലുമായിട്ട് 12 ആൺമക്കളും ദീന എന്നൊരു പെൺകുട്ടിയും, അങ്ങനെ 13 മക്കളുള്ള ഒരു വലിയ കുടുംബനാഥനായി യാക്കോബിനെ കർത്താവ് മാറ്റാനിടയായി തീർന്നു എന്നാണ് മനസ്സിലാക്കാനിടയായി തീരുന്നത്. അങ്ങനെ ബഥേലിൽ എത്തേണ്ടവൻ ശേഖേമിൽ ആക്കുന്നതാണ് നമ്മൾ 32-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിച്ചത്. അനുഗ്രഹമൊക്കെ അനുഭവിച്ച, അനുഗ്രഹത്തെക്കുറിച്ച് അറിവുള്ള അവൻ തിരിച്ചു വരാതെ ശേഖേമിൽ അവൻ സ്ഥിരതാമസമാക്കാനിടയായി തീർന്നു. ശേഖേമിൽ എത്തിയപ്പോൾ തന്റെ കണ്ണിനും കരളിനും കൗതുകമുള്ളത് പലതും അവിടെ കണ്ടു. അവിടെ അവൻ ഉണ്ടായിരുന്നു. അവിടെ പോരാത്തെ നമ്മൾ പലയിടത്തും നിൽക്കുന്നത്, പുറത്ത് നിൽക്കുന്നത്, കർത്താവിനോടുള്ള വാക്തത്വമൊക്കെ മറന്നു പോകുന്നത്, കർത്താവിനോട് നമ്മൾ പറഞ്ഞ കാര്യമൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യം അറിയാമോ? നമ്മുടെ കണ്ണിനും കരളിനും കൗതുകം തരുന്ന, നമുക്ക് സുഖം കിട്ടുന്ന, നമുക്ക് സന്തോഷം കിട്ടുന്ന, നമ്മളെ പലരും ഉയർത്തി പറയുന്ന പലതും കാണുമ്പോ നമുക്ക് തോന്നും ഇതാ നല്ലത്, ഞാനിപ്പോ എന്തോ ആണല്ലോ എന്ന് നമുക്ക് തോന്നും. ഞാന് ഓർക്കുന്ന ഒരു അനുഭവം, എന്നും ഓർക്കുന്ന ഒരു അനുഭവം, 10-25 വർഷം മുമ്പ് ഒരു അനുഭവം ഉണ്ടായി. ഞാൻ അടിമാലി താമസിക്കുമ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, ഒരു വീട്ടിൽ പോകണം, സുവിശേഷം പറയണം എന്ന് എനിക്ക് ഒരനുഭവം എന്റെ ഹൃദയത്തിൽ കർത്താവിനോട് സംസാരിച്ചു. ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടതുണ്ട് എന്ന് ആ വീട്ടിലെ ആ സഹോദരിയോട് പറഞ്ഞു, മകളോട് പറഞ്ഞു. അപ്പൊ അവരെല്ലാം പറഞ്ഞു പാസ്റ്റർ വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സമയത്ത് 3-4 സ്കൂളിന്റെ മാനേജരാണ്, 10-16 ചർച്ചിന്റെ സെൻട്രൽ പാസ്റ്റർ ആണ്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ പോരാ, എന്റെ വാർത്തകൾ ഇങ്ങനെ പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, നാട്ടിലൊക്കെ നല്ല പോപ്പുലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് പോകണം, എന്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മല കയറി പോകണം, നടന്നു കയറി പോകണം. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രാവശ്യം എല്ലാ ദിവസവും ഓർക്കെങ്കിലും അന്നേരമെല്ലാം ഞാൻ പിന്നെ ആട്ടെ. നേരത്തെ എല്ലാ വീടുകളിലും പോകുമായിരുന്നു. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി പോപ്പുലാരിറ്റി ഒക്കെ ആയപ്പോ, ചില പേരും ഒക്കെ ആയി കഴിഞ്ഞപ്പോ പിന്നെ പോകാൻ മടി, പിന്നെ ആ മല കയറാൻ വിഷമായി തോന്നി, പോയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ തിരുവല്ലയിൽ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോ എന്റെ ഭാര്യ എനിക്കൊരു ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അച്ഛായ, ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുവാ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, 3 ദിവസം മീറ്റിംഗ് ആയിരുന്നു. 2ാമത്തെ ദിവസം ഞാൻ മീറ്റിംഗ് നിർത്തി അവിടെ വന്നു. ഞാൻ അവരുടെ കൂടെ പോയി, ഹോസ്പിറ്റലിൽ പോയി, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തു. അന്ന് തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ ശവടക്ക് നടത്തി. ഞങ്ങൾ അവിടെ ശവടക്കിനൊക്കെ സംബന്ധിച്ചു. ശവടക്കൊക്കെ കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് ഞാൻ ആ വീട്ടിൽ പോയി. ഹൃദയം പൊട്ടിയാ ഞാൻ അവിടെ പോയത്. ഞാൻ അന്ന് ഓർത്തു, കർത്താവേ, ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ
2 ദിവസം മുമ്പായിരുന്നെങ്കിൽ കർത്താവെ ആ കുട്ടി മരിക്കുകയില്ലായിരുന്നല്ലോ, ആ കുട്ടി ജീവിക്കുമായിരുന്നല്ലോ. കർത്താവ് എന്നോട് മാസങ്ങളായിട്ട് പറയുന്നതാണല്ലോ, പോണെന്ന് പറയുന്നതാണല്ലോ. അന്നൊന്നും ഞാൻ പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെച്ചു. ഞാൻ നിങ്ങൾ പറയട്ടെ പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്നത് മാറ്റിവെക്കരുത്. കർത്താവിനോട് പറയുന്നത് മാറ്റിവെക്കരുത്. കർത്താവ് നമുക്കറിയത്തില്ല എപ്പോഴാ സമയം, എപ്പോഴാ അതിന്റെ സമയം എന്ന് നമുക്കറിയത്തില്ല. ഏറ്റവും പെട്ടെന്നാ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, യാക്കോബ് തന്റെ വാഗ്ദത്തമൊക്കെ താൻ കർത്താവിനോട് പറഞ്ഞ കാര്യമൊക്കെ മറന്നുപോയി. അതെല്ലാം മറന്ന് അവിടെ തന്നെ താമസിക്കേണ്ടതായി തീർന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശെഖേമിൽ എത്തിയപ്പോൾ തന്റെ കണ്ണിനും കരളിനും കൗതുകം നൽകുന്ന പലതും അവിടെ ഉണ്ടായിരുന്നു. അതിൽ അവൻ ആകൃഷ്ടനായി എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് 30 മൈൽ മാത്രം ദൂരമുണ്ട്. ഈ ശെഖേമിൽ നിന്ന് 30 മൈൽ ദൂരേ ഉള്ളൂ. പണ്ട് പറഞ്ഞ, ഞാൻ യാഗപീഠം പണിതോളാം എന്ന് പറഞ്ഞ, എന്നെ തിരിച്ചു കൊണ്ടുവന്നാൽ, എന്നെ അനുഗ്രഹിച്ചാൽ യാഗപീഠം പണിതോളാം എന്ന് പറഞ്ഞ ആ സ്ഥലമില്ലേ, ആ കല്ല് കൂട്ടി വെച്ച സ്ഥലമില്ലേ, അങ്ങോട്ട് 30 മൈലേ ഉള്ളൂ. ദൂരമൊന്നും അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ യാക്കോബ് അങ്ങോട്ട് പോയില്ല. ഇടത്താവളങ്ങളെ യാക്കോബ് താമസ സ്ഥലമാക്കി മാറ്റി. ഞാൻ നിങ്ങളോട് പറയാം, നമ്മളെ കർത്താവ് ഇവിടെ ഇടത്താവളമാക്കി വെച്ചേക്കുക. ഈ ഭൂമി നമുക്ക് സ്ഥിരതാമസത്തിന് വേണ്ടിയുള്ളതല്ല. പത്രോസ് പറയാ, ഞാൻ ഇവിടെ പരദേശിയാണ്, നമ്മളിവിടെ പരദേശികളാണ്, നമ്മളിവിടെ വന്നു പാർക്കുന്നവരാണ്. നമ്മുടെ നാട് ഇവിടെയല്ല, നമ്മുടെ നാട് ഇവിടുത്തുകാരല്ല നമ്മൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. പ്രിയമുള്ളവരെ, നമ്മളിപ്പോ ഇടത്താവളത്തിൽ സ്ഥിരമാക്കരുത്. ഇടത്താവളത്തിൽ നമ്മൾ സ്ഥിരതാമസമാക്കരുത്. ഇവിടെ നമ്മൾ പെർമനന്റ് ആകരുത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടുന്ന് പോകേണ്ടവരാണ്. നമ്മുടെ നാടിതല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ഇടത്താവളങ്ങളെ സ്ഥിരതാമസമാക്കിയ യാക്കോബിനെ പോലെ നമ്മളായിത്തീരരുത്. നമ്മൾ തിരിച്ചു പോകേണ്ടവരാ. നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് പോകേണ്ടവരാ. നമ്മൾ കർത്താവിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങളൊന്നും ഇടവിട്ട് കളയരുത്. ഭൗതിക നേട്ടങ്ങൾ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്, അകറ്റുകയല്ല വേണ്ടത്. പലപ്പോഴും ഭൗതിക നേട്ടങ്ങൾ നമ്മളെ അകറ്റിക്കളയാണ്, അടുപ്പിക്കുന്നില്ല. യാക്കോബിന് സംഭവിച്ചത്, ഭൗതിക നേട്ടങ്ങൾ യാക്കോബിനെ അടുപ്പിച്ചില്ല, അകറ്റിക്കളഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ യാക്കോബിന് 13 മക്കളുണ്ടായി. നമുക്ക് പെട്ടെന്ന് സമയം മുന്നോട്ട് പോകുന്നല്ലോ, വളരെ പെട്ടെന്ന് മുന്നോട്ട് പോട്ടെ. ഈ മക്കളെ വളർത്തി വലുതാക്കി, അങ്ങനെ മക്കൾ വരുത്തി വെച്ച ചില പ്രതിസന്ധികൾ യാക്കോബ് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വളർന്നു വരുന്ന മക്കളുടെ കാര്യങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് ശ്രദ്ധ ഉണ്ടാകണം. അവര് ആഹാരം കഴിക്കുന്നുണ്ടോ നോക്കിയാൽ പോരാ, അവര് എങ്ങനെയാ ജീവിക്കുന്നത് നമ്മളെ ശ്രദ്ധിക്കണം. അവരുടെ കൂട്ടുകാരാരാണെന്ന് അറിയണം, അവരെവിടെയാണ് പോകുന്നതെന്ന് അറിയണം, അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയണം, അവരുടെ കർത്താവുമായിട്ടുള്ള അവരുടെ ബന്ധം എന്താണെന്ന് നമുക്കറിയണം. പ്രിയമുള്ളവരെ, യാക്കോബിന് ആ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വമൊന്നും ഇല്ലായിരുന്നു. അവന് മക്കളെ എങ്ങനെയാ ജീവിക്കുന്നതെന്നോ, മക്കളെ എവിടേക്കാ പോകുന്നതെന്നോ ഒന്നുമുള്ള ശ്രദ്ധ യാക്കോബിന് ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ മക്കളെ കുറിച്ച്, അവരുടെ സൗഹൃദങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ പ്രവർത്തന വേദികൾ, ഇതൊക്കെ എന്നാണെന്ന് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. അത് നല്ല വഴി അല്ലെങ്കിൽ, നല്ല കൂട്ടുകെട്ടല്ലെങ്കിൽ, ഞാൻ നിങ്ങൾ പറയട്ടെ പ്രിയമുള്ളവരെ, അവരെ നമ്മൾ നല്ലതിലേക്ക് നടത്തണം, അവരെ നമ്മൾ ഉപദേശിക്കണം. പോരാ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, എന്റെ മക്കളെ ഞാൻ കർത്താവിന്റെ കൈ തരുവാ. നമ്മുടെ കൈ കർത്താവ് തന്ന കുഞ്ഞുങ്ങളാണ്, നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല. എന്തോരം ആൾക്കാർ കഴിവുള്ളവർ മക്കളില്ലാതെ ഭാരപ്പെടുന്നു. ഞാനിവിടെ താമസിക്കുന്നത് തൊടുപുഴയിലാണ്. തൊടുപുഴയ്ക്കടുത്ത് മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ മക്കളില്ലാത്തവർക്ക് വേണ്ടി ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിനെ ചുറ്റിപ്പറ്റി എന്തോരം ലോഡ്ജാന്നറിയാമോ, എന്തോരം ലോഡ്ജാ പണിയെന്നറിയാമോ. അവിടെ എന്നാ കാര്യം എന്നറിയാമോ, അവിടെ ആൾക്കാർ ഇങ്ങനെ തിങ്ങിക്കൊള്ളുക. പൈസ ഇഷ്ടം പോലെ ഉള്ളവരാ, മക്കളില്ലാതെ അവർ ഭാരപ്പെട്ടിട്ട് ആ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുക. ചിലവരൊക്കെ 10 മാസമൊക്കെ അവിടെ റൂം എടുത്ത് താമസിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാൻ പ്രിയമുള്ളവരെ, അങ്ങനെ പലരും ഉള്ളപ്പോ നമുക്ക് ഒരു കഷ്ടപ്പാടും ഇല്ലാതെ, നമുക്ക് ഒരു പ്രതിസന്ധി ഇല്ലാതെ കർത്താവ് നമുക്ക് മക്കളെ തന്നില്ലേ. മക്കൾ യഹോവ തരുന്ന ദാനമാ, നമ്മളെ ഏൽപ്പിച്ചതാ വളർത്താൻ. കർത്താവിന് സ്വത്താ മക്കൾ. ആ കർത്താവിന് സ്വത്ത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതാ, പരിപാലിക്കാൻ, വളർത്താൻ. അതിനെ എങ്ങനെയാണ് നമ്മൾ വളർത്തുന്നത്, ഏത് വഴിക്കാണ് നമ്മൾ വളർത്തുന്നത്, അവരെ നമ്മൾ ദൈവത്തിലേക്ക് നടത്തുന്നുണ്ടോ? നമ്മളെ പലരെയും കർത്താവ് മാതാപിതാക്കൾ നല്ല വഴി നടത്തിയതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ നിൽക്കുന്നത്. നമ്മുടെ മക്കളെ കുറിച്ച് നമുക്കങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ ദൈവം ഏൽപ്പിച്ച മക്കളെ ഏറ്റവും ഭംഗിയായി കർത്താവിന്റെ മക്കളായി, ദൈവമക്കളായി വളർത്താനുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. ചില നിയന്ത്രണങ്ങളും തിരുത്തലുകളും മക്കൾക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. സ്വാതന്ത്ര്യം നൽകാതിരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. സ്വാതന്ത്ര്യം നൽകുമ്പോഴും ചില തിരുത്തലുകളും നിയന്ത്രണങ്ങളും ആ മക്കൾക്ക് നമ്മൾ കൊടുക്കണം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശെഖേമിൽ എത്തിയപ്പോൾ ദീന യൗവനക്കാരത്തിയായി മാറി. ശെഖേമിൽ പുള്ളി സ്ഥിരതാമസമാക്കി. അവിടെ വെച്ച് ദീന, ഒരേ ഒരു മകളുള്ളവൾ, അവൾ സ്ഥിരതാമസമാക്കി. അവിടെ സ്ഥിരതാമസമാക്കി. അവൾ ഒരു യൗവനക്കാരത്തിയായി മാറി. അവൾ യൗവനക്കാരത്തിയായി മാറിയപ്പോ ഇവക്കൊരാഗ്രഹം, പട്ടണം ഒന്ന് കാണണം.
പട്ടണം ഒന്ന് ചുറ്റണം. അങ്ങനെ ആ സൊസൈറ്റിയിലേക്ക് ഒന്ന് ഇറങ്ങി. ഈ മകള്, ഒരേ ഒരു മകൾ, 12 ആങ്ങളമാരുടെ മകൾ, പെങ്ങള്, അവള് സൊസൈറ്റിയിലേക്ക് ഒന്ന് ഇറങ്ങി. സൊസൈറ്റി ഒന്ന് ചുറ്റിക്കാണാൻ തീരുമാനിച്ചു. അവൾ പട്ടണം ചുറ്റിക്കാണാനും ഉല്ലാസത്തിനുമായി ഒരു യാത്ര പോയി പ്രിയമുള്ളവരെ. ആ യാത്ര പോയപ്പോ സംഭവിച്ചത് വളരെ വേദനാകരമായ ഒരനുഭവമാണ് ഉണ്ടായത്. ഹിവ്യനായ ഹാമോറിന്റെ മകനും ദേശത്തിന്റെ പ്രഭുവുമായ ശേക്കേം ഈ ദീനായെ പിടിച്ചുകൊണ്ട് പോയി അവളെ പീഡിപ്പിക്കാനിടയായി തീർന്നു. അങ്ങനെ ദേശം ചുറ്റാൻ പോയ, ആ നാട് കറങ്ങാൻ പോയ ആ മകൾ അപമാനിതയായി തീർന്നു. അവൾ പീഡിപ്പിക്കപ്പെടാൻ ഇടയായി തീർന്നു. അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് 34 അധ്യായത്തിന്റെ 14 വാക്യത്തിലും 25 വാക്യത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നത്, അവിടെ ശിമയോനും ലേവിയും അപ്പന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഈ പെങ്ങളെ ഉപദ്രവിച്ചവനെ ഉപദ്രവിക്കാൻ പോയി. അവനെ മാത്രമല്ല, ആ സമൂഹത്തെ മുഴുവൻ, ആ ഒരു സമൂഹത്തെ മുഴുവൻ, ഹിവ്യരെ മുഴുവൻ ആ ആ ആ ആ ഈ ലേവിയും ശിമയോനും കൂടെ പോയി അവരോട് വളരെ തന്ത്രപരമായിട്ട് സംസാരിച്ചു. നിങ്ങൾക്ക് പെങ്ങളെ കെട്ടിച്ചു തരാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങളെല്ലാവരും പരിച്ഛേദന ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരെ സുഖിപ്പിച്ച് അവരെല്ലാവരും പരിച്ഛേദന ചെയ്ത് അവർക്ക് അനങ്ങാൻ മേലാതിരിക്കുന്ന സമയത്ത് ഇവർ വാളെടുത്തോണ്ട് പോയി അവരെല്ലാം വെട്ടിക്കൊന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ സംഭവിച്ചറിയാമോ? ഈ ശിമയോനും ലേവിയും ആ പെങ്ങൾക്ക് വേണ്ടി പകരം ചെയ്തതുകൊണ്ട്, പ്രതികാരം ചെയ്തതുകൊണ്ട് അപ്പൻ തലമുറകളെ അനുഗ്രഹിക്കുമ്പോ, യാക്കോബ് മക്കളെ അനുഗ്രഹിക്കുമ്പോ ഇവർക്ക് അനുഗ്രഹം കൊടുക്കാൻ പറ്റിയില്ല. പ്രിയമുള്ളവർ, ഞാൻ നിങ്ങൾ പറയട്ടെ, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അവരെ നമ്മൾ നല്ല വഴിയിൽ നടത്തണം. അവരെ നമ്മൾ നമുക്ക് അനുഗ്രഹിക്കാൻ പറ്റണമെങ്കിൽ അവരെ നല്ല വഴിയിൽ നടത്തിയാലാണ് നമ്മുടെ അനുഗ്രഹവും ദൈവത്തിന്റെ അനുഗ്രഹവും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ അറിവും സമ്മതവും ഇല്ലാതെ ഒരു കാര്യം ചെയ്യുന്നവരെ മാറാതിരിക്കട്ടെ. നമ്മുടെ പെൺമക്കൾ വളരെ മാന്യമായി ജീവിക്കുന്നവരായി തീരട്ടെ. അവർ വളരെ മാന്യമായി നടക്കുന്നവരായി തീരട്ടെ. അവർക്ക് നല്ല വസ്ത്രധാരണം ഉണ്ടാകട്ടെ. അവർക്ക് നല്ല സംസ്കാരം ഉണ്ടാകട്ടെ. അവരെ കർത്താവിനെ സ്നേഹിക്കുന്നവരായി തീരട്ടെ. അങ്ങനെ നമ്മുടെ മക്കളെ അങ്ങനെ വളർത്താനാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ മക്കളുമായിട്ട് നമുക്കൊരു തുറന്ന ചർച്ച ഉണ്ടാകണം. അവരുമായിട്ട് നമുക്ക് സംസാരം വേണം. അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നമ്മൾ അറിയണം. അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കണം. അങ്ങനെ കേട്ടില്ലെങ്കിൽ, അവരുമായിട്ട് ചർച്ചയില്ലെങ്കിൽ, അവരുമായി നമ്മൾ തുറന്ന് സംസാരിക്കുന്നില്ലെങ്കിൽ, അമ്മ അറിയാതെ മക്കൾ അവരുടെ വഴിയിലേക്ക് പോകാനിടയായി തീരും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ അപ്പനും മക്കളും തമ്മിൽ ഒരു നല്ല തുറന്ന സംസാരം, നല്ലൊരു ചർച്ചയുള്ള ഭവനമായി നമ്മുടെ വീട് മാറണം. പ്രിയമുള്ളവരെ, നല്ല മക്കളുമായി നല്ല ആലോചന. ഏത് കാര്യത്തിലും മക്കൾ അപ്പനോടും അമ്മയോടും ആലോചിക്കണം. അപ്പനും അമ്മയും മക്കളോട് ആലോചിക്കണം. അങ്ങനെ ഒരു നല്ല കുടുംബമായി തീർന്നാൽ അത് അനുഗ്രഹിക്കപ്പെടും. ഈ അപ്പനുമായിട്ട് ആലോചിച്ചിട്ടായിരുന്നു ഈ മക്കൾ പോകുന്നതെങ്കിൽ അവർ ശപിക്കപ്പെടുകയല്ലായിരുന്നു. അവർക്ക് ദോഷം സംഭവിക്കുകയല്ലായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിനകത്ത് അങ്ങനെ ഒരു നല്ല ബന്ധം ഉണ്ടാകട്ടെ. യാക്കോബിന്റെ കുടുംബത്തിൽ പറ്റിയത് അവര് മക്കളുമായിട്ട് ഒരു ആലോചന ഇല്ലായിരുന്നു. മക്കളുമായിട്ട് ആലോചന ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മക്കൾക്ക് എല്ലാ കാര്യവും നമ്മളോട് തുറന്നു പറയാൻ പറ്റണം. നമ്മുടെ പെൺമക്കളായിക്കോട്ടെ, നമ്മുടെ ആൺമക്കളായിക്കോട്ടെ, അവരുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ മാത്രമല്ല, അവരുടെ ജീവിതത്തിലെ കോട്ടങ്ങളും നമ്മളോട് പറയാൻ അവർക്ക് പറ്റണം. അവരുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചാൽ അത് നമ്മളോട് പറയണം. അവരുടെ ജീവിതത്തിൽ വേദന ഉണ്ടായാൽ അത് നമ്മളോട് പറയാൻ അവർക്ക് പറ്റണം. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കിട്ടണം. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിനകത്ത് മക്കൾക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. നമ്മളോട് തുറന്നു പറയാനുള്ള ഒരു അവസരം, ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു ഇടയുണ്ടായാൽ അവർ നമ്മുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയും. അവരുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും, അവരുടെ സങ്കടങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ ഒക്കെ നമ്മളോട് പറയേണ്ടതായി തീരും. അങ്ങനെ ഒരു നല്ല കുടുംബമായി നമ്മുടെ കുടുംബം മാറട്ടെ. യാക്കോബിന്റെ കുടുംബം അങ്ങനെ ആയി തീർന്നില്ല എന്നുള്ളതാണ് കാരണം. ഞാൻ പറയാം, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബേഥേലിനെ മറന്നുപോയതാ. പണ്ടത്തെ തീരുമാനം മറന്നുപോയതാ. ദൈവത്തെ മറന്നുപോയതാ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ദൈവിക തീരുമാനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ശിമയോനും ലേവിയും ശപിക്കപ്പെടാൻ, അനുഗ്രഹമില്ലാത്തവരായി തീരാൻ ഇടയായി തീർന്നു. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യാക്കോബിന്റെ കുടുംബത്തെ പോലെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്നുപോകാതെ, ദൈവത്തോട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോകാതെ ഒരു നല്ല ജീവിതം നയിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ കേട്ട യാക്കോബിന്റെ കുടുംബം നമ്മുടെ ജീവിതത്തിന് ഒരു മാതൃകയായി തീരട്ടെ. ആ കുടുംബത്തിൽ ഒത്തിരി വേണ്ടാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് പിന്തുടരാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് കളയാം.
പിന്തുടരാൻ പറ്റുന്ന നല്ല കാര്യങ്ങളുണ്ട്. ദൈവമായിട്ടുള്ള സംസർഗം, ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചത്, ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ്, ഇതൊക്കെ നമുക്ക് പിന്തുടരേണ്ടതാ പ്രിയമുള്ളവരെ. അങ്ങനെ നമുക്ക് കർത്താവുമായി നല്ലൊരു ബന്ധമുള്ളവരായി, കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാൻ നമ്മൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാവിലെ നമ്മുടെ കണ്ണുകളൊക്കെ ദൈവത്തിൽ അടയ്ക്കാം. നമ്മുടെ കുടുംബത്തെ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ സ്വർഗമാക്കി തരാനാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. കർത്താവ് അത് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ ആഗ്രഹം ഈ ഭൂമിയിൽ നമ്മുടെ കുടുംബം സ്വർഗമായി തീരണമെന്നാണ്. സ്വർഗം നമ്മുടെ വീടാക്കണമെന്നാണ് കർത്താവിന്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്റെ കുടുംബത്തെ ഒരു നല്ല കുടുംബമാക്കി മാറ്റണം, നല്ല സ്വർഗമാക്കി മാറ്റണം. കർത്താവെ, എന്റെ കുടുംബത്തിൽ ഞങ്ങളുടെ കർത്താവെ, ആ മക്കൾ ഞങ്ങളെ അനുസരിക്കുന്നവരും ഞങ്ങളെ ബഹുമാനിക്കുന്നവരും ഞങ്ങളുമായി കാര്യങ്ങൾ ആലോചിക്കുന്നവരുമായി തീരണം. കർത്താവ്, ഞങ്ങൾ എവിടെയൊക്കെയാണോ തെറ്റുപറ്റിയിട്ടുള്ളത്, ഞങ്ങൾ എവിടെയൊക്കെയാണോ കർത്താവെ അങ്ങേ വിട്ടു മാറിയിട്ടുള്ളത്, ഞങ്ങൾ ആ സ്ഥലത്തേക്ക് തിരിച്ചു വരുക. ബഥേലിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുക. കർത്താവോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുക. ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങൾ കർത്താവെ അനുഗ്രഹിക്കപ്പെടണം. അതാണ് കർത്താവെ, കർത്താവിന്റെ ആഗ്രഹം. അതിലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നത് ഇന്ന് രാവിലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒരുവനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ഞങ്ങളെ കേൾപ്പിച്ച ആ യാക്കോബിന്റെ കുടുംബത്തെ കർത്താവെ, ഞങ്ങൾക്ക് കർത്താവെ അതിൽ നിന്ന് ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടതൊക്കെ സ്വീകരിക്കാൻ, നല്ല കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ, കർത്താവുമായിട്ടുള്ള നല്ല കൂട്ടായ്മയുള്ളവരായി തീരാൻ, കർത്താവിന്റെ ശക്തി അനുഭവിക്കുന്നവരായി തീരാൻ, കർത്താവിന്റെ ആ സാന്നിധ്യം അനുഭവിക്കുന്നവരായി തീരാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരായി തീരാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് കർത്താവ് തരുന്ന മക്കളെയൊക്കെ ദൈവകൃപയിൽ വളർത്താൻ ഞങ്ങളെ കർത്താവ് പഠിപ്പിക്കണം. ഞങ്ങളെ അതിന് സഹായിക്കണം. കർത്താവെ, ഞങ്ങൾ കർത്താവിന്റെ കൂടെ നിൽക്കാൻ, ഞങ്ങൾ കർത്താവിനെ വിട്ട് മാറാത്തവരായി ജീവിക്കാൻ, കർത്താവിന്റെ എല്ലാ അനുഗ്രഹവും ശാശ്വതമായ അനുഗ്രഹമാണ്, അതെല്ലാം അനുഭവിക്കാൻ കർത്താവ് ഞങ്ങളെല്ലാം സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ ഒരുമിച്ച് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കപ്പെടണം, അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഗോസ്പൽ TV UPക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാജി പാസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മക്കളെ അനുഗ്രഹിക്കണം, ശുശ്രൂഷ അനുഗ്രഹിക്കണം, അത് ദൈവരാജ്യത്തിന് വളർച്ചയ്ക്ക് കാരണമാക്കണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത കുടുംബമായി വരുന്ന വെള്ളിയാഴ്ച രാവിലെ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള സന്ദേശം കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. പാസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. ഇത്രയും സമയം ഇത് വാച്ച് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. പാസ്റ്ററെ, വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു.